വെളിച്ചത്തിലെ ദൈവമക്കളൊക്കെ ഈ ദിവസങ്ങളിൽ ഈ ലഭിച്ച സമയം പ്രാർത്ഥനയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ മഹത്വപ്പെടുത്തും. और इस ऐसे समय में मसीह लोग जो है प्रार्थना के लिए इस समय को इस्तेमाल करते हैं, ये देखकर अच्छा लगता है. ഇവിടെയും ഞങ്ങൾ ഏതാണ്ട് 2 മാസത്തിലധികമായി മീറ്റിങ്ങുകളൊന്നും ഒന്നിച്ച് കൂടുവാൻ കഴിയുന്നില്ല. ഏവരും അറിഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും. ഇതുപോലെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ കുടുംബ ആരാധനകളായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ദൈവവചനം പഠിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ മാത്രമാണ്. आपके शहर में भी जैसे आप लोग सब जानते हैं लगभग 2 महीने से लोगों को एकत्रित होना मना है, इसलिए घर में बैठकर ही ऐसी संगतियों में शामिल होते हैं. ज्यादातर तो पारिवारिक जो संगति है ऐसा बन चुका है और ये इस समय का एक जरूरत है. ഇന്ന് രാത്രി കൂടുതൽ മറ്റു കാര്യങ്ങൾ പറഞ്ഞ സമയം കളയാതെ ദൈവവചനത്തിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുവരാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. आज रात काल अन्य बातों को कहकर समय न बिताते हुए वचन में सीधा प्रवेश करना चाहूंगा. നമ്മളൊരു ഉപവാസ പ്രാർത്ഥനയായിട്ട് കൂടി വന്നിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മൾ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കാമെന്ന് കരുതുകയാണ്. क्योंकि उपवास प्रार्थना के संबंधित आज हम यहाँ पर एकत्रित है, आज का दिन प्रार्थना के संबंधित कुछ विषयों को मगन करने के लिए इच्छा करता हूँ. ദൈവത്തിന്റെ വചനത്തില് ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിലും മറ്റും പഠിക്കുമ്പോൾ ആകാശത്തിലെ ഭാവങ്ങളെ വിവേചിപ്പാൻ നിങ്ങൾക്ക് അറിയാം, എന്നാൽ ഈ കാലലക്ഷ്യങ്ങളെ വിവേചിപ്പാൻ നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് കർത്താവ് ചോദിക്കുന്നതായിട്ടുണ്ട്. हम लोग लूका वगैरह में जब पढ़ते हैं तो वहां पर ऐसा वचन लिखा है कि संसार की बातों को देखकर, आकाश के विज्ञानों को देखकर हम समय को पहचानते हैं, लेकिन इस समय के इशारों को देखकर हम समय को क्यों नहीं पहचान पाते. മറ്റാരേക്കാളും നമ്മുടെ മുമ്പിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച് ദൈവിക പരിജ്ഞാനം പ്രാപിച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് കാര്യങ്ങളെ തിരിച്ചറിയുവാനായിട്ട് മറ്റ് പലരെയും अपेक्षित കഴിയണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. अन्य लोगों के संबंधित परमेश्वर इच्छा करता है कि प्रभु के लोग जो उसकी आत्मा को पाए हैं, हम इन समयों को ज्यादा बेहतर पहचान सकते हैं. ആമേൻ. ആകയാൽ ഈ കാലഘട്ടത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാനാണ് താല്പര്യം. और इसीलिए इस जमाने को समझते हुए, पहचानते हुए इससे संबंधित प्रार्थना का कुछ विषय आप लोगों से बताना चाहूंगा. നമുക്ക് ഇന്നത്തെ രാത്രിയിലെ ധ്യാനത്തിന് വേണ്ടി പ്രാരംഭമായിട്ട് ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. നമുക്ക് ഏവർക്കും വളരെ പരിചയമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങളാണ്. लूका रचित समाचार उसका 21वें अध्याय 33 से लेके 34 तक का है, 31 से लेके 34 तक का है. ഞാൻ അത് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവിടെ കർത്താവ് ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളി. അത് ഭൂതലത്തിൽ വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കും. हिंदी में पढ़ता हूँ. लूका रचित समाचार 21वां अध्याय 34 से लेके 36 तक. इसलिए सावधान रहो, ऐसा न हो कि तुम्हारे मन कुम्हार और मतवालेपन और इस जीवन की चिंताओं से सुस्त हो जाए और वह दिन तुम पर फांदे की नाई अचानक आ पड़े, क्योंकि वह सारी पृथ्वी के सब रहने वालों पर इस प्रकार आ पड़ेगा. इसलिए जागते रहो और हर समय प्रार्थना करते रहो कि तुम इन सब आने वाली घटनाओं में से बचने और मनुष्य के पुत्र के सामने खड़े होने के योग्य बनो. ദൈവത്തിന് സ്തോത്രം. ഈ വചനത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇതിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ആരംഭത്തിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ये प्रवेश करने से पहले इस अनुच्छेद की जो पृष्ठभूमि है उसको जल्दी से बताना चाहूंगा. ഒരു പക്ഷേ നമ്മൾ ധ്യാനിക്കുന്ന വിഷയം ഇന്ന് രാത്രി പൂർണ്ണമായി അത് നമുക്ക് പഠിച്ചു തീർക്കാനായിട്ട് കഴിഞ്ഞെന്ന് വരത്തില്ല. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത മീറ്റിംഗിൽ നമുക്ക് ഒന്നിച്ച് ധ്യാനിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. हो सकता है आज का जो अनुच्छेद है ये पूर्ण रूप से आज हम लोग सीख नहीं पाएंगे, लेकिन अगर ऐसा हुआ तो आने वाले दिनों में इसी का बाकी हम लोग आगे एक परंपरा के तौर पर जारी रखेंगे. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഈ വിഷയത്തിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് പറയുമ്പോൾ ആമേൻ, നമ്മളുകളിൽ വളരെ ഈ കാലഘട്ടത്തെ മനസ്സിലാക്കി കാര്യങ്ങൾ ഗ്രഹിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട തിരുവചനത്തിലെ 3 ഭാഗങ്ങളുണ്ട്. इस पृष्ठभूमि को अगर हम देखें, खासकर हमारी आज की वर्तमान जमाना और इस अवस्थाओं के
संबंधित में परमेश्वर के कलाम से 3 खास चीजें, खास भाग हमको सीखना है। അതിൽ ഒന്ന് മത്തായി സുവിശേഷം 24-ാം അധ്യായം, 2 മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം, 3 ഇവിടെ നമ്മൾ വായിച്ച ഈ ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം. मत्ती 24, लूका 13 और एक तीसरा जो है अभी जो हमने पढ़ा ये. അങ്ങനെ മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21 ഈ 3 അധ്യായങ്ങൾ ഏതാണ്ട് ഒരേ ആശയത്തെ കുറിച്ച് കർത്താവ് വ്യക്തമാക്കുന്ന വേദഭാഗങ്ങളാണ്. लूका 24, मरकोस 13 और लूका रचित समाचार 21 जो हमने पढ़ा ये हमें ध्यानपूर्वक पढ़ना है. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രധാനപ്പെട്ട 2 പർവ്വത പ്രസംഗങ്ങളുണ്ട്. പർവ്വത പ്രസംഗങ്ങൾ. हमारा यीशु मसीह का 2 महत्वपूर्ण पर्वत के प्रचार. അതിൽ ഒന്നാമത്തേത് നാം ഏവരും അറിയുന്നത് പോലെ മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ പ്രസ്താവിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം എന്ന് പറയുന്ന ആ പ്രഭാഷണമാണ്. उसमें से पहला हम लोग जो सब लोग तमाम लोग जानते हैं मत्ती का सुसमाचार 5, 6 और 7 में परमेश्वर का यीशु मसीह का जो पर्वत का प्रवचन है. രണ്ടാമത്തേത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ ശുശ്രൂഷയുടെ ഏതാണ്ട് അവസാന വേളയിലേക്ക് അടുക്കുമ്പോൾ ഒലിവുമലയിൽ ഇരുന്നു കൊണ്ട് യെരുശലേം ദൈവാലയത്തിലെ ഒടുവിലത്തെ സന്ദർശനത്തിന് ശേഷം തന്റെ ശിഷ്യന്മാരുമായിട്ട് ഒലിവുമലയിൽ വന്നിരുന്നു കൊണ്ട് താൻ പ്രവചനാത്മാവിൽ ശിഷ്യന്മാരോട് പറഞ്ഞ പ്രസംഗമാണ് ഒലിവുമല പ്രഭാഷണം. और दूसरा जो है ओलिव का जो पर्वत है या जैतून का जो पर्वत है, उस पर्वत पर यीशु मसीह का जो सेवकाई के आखिरी समय में पकड़े जाने के कुछ पहले अपने चेलों को ले जाकर उस पर्वत पर जो प्रवचन दिया. അതിൽ ആദ്യം പറഞ്ഞ ഗിരിപ്രഭാഷണം മത്തായി 5, 6, 7 പറയുന്ന കാര്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യഗണങ്ങളായിരിക്കുന്ന നാം നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയുള്ളതായിരിക്കണമെന്ന് കർത്താവ് പ്രസ്താവിക്കുന്നതായിട്ട് കാണാൻ കഴിയും. इसमें पहली जो प्रवचन है जो हम लोग कहते हैं मत्ती सुसमाचार 5, 6 और 7 में, वो ये है जो मसीह लोगों को या परमेश्वर के चेलों को ऐसे जीवन को बिताना है हमारे प्रायोगिक जीवन में या दिन प्रतिदिन के जीवन में हमको किस तरह से हमारा व्यवहार और बर्ताव होना है, एक तरीके से हमारी जीवन शैली के बारे में वहां बताया गया है. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവമക്കൾ ആ 3 അധ്യായങ്ങളിൽ പറയുന്ന രീതിയിൽ അവരുടെ ജീവിതം പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. उतर बपतिस्मा पाकर परमेश्वर की आत्मा को ग्रहण करके पवित्र आत्मा में अगुवाई होने वाले तमाम लोग उस 3 अध्याय में जैसा लिखा है वैसे अपनी जीवन को आगे चलाना है, ऐसा परमेश्वर अपेक्षा करता है. എന്നാൽ ഒലിവുമലയിലെ പ്രഭാഷണം എന്ന് പറയുന്നത് അവൻ തന്റെ ശിഷ്യഗണങ്ങൾ തന്റെ വചനപ്രകാരം ജീവിക്കുന്ന തന്റെ ജനം അറിഞ്ഞിരിക്കേണ്ട അന്ത്യകാലത്തെ കുറിച്ചും നാം ഏവരും പ്രത്യാശയോടെ കാത്തിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ചും വ്യക്തമാക്കുന്ന പ്രവചനങ്ങളാണ് ഈ ഒലിവുമല പ്രഭാഷണത്തിലുള്ളത്. लेकिन जैतून के पहाड़ पर जो प्रवचन अपने चेलों को यीशु मसीह ने दिया वो एक भविष्यात्मक तौर पर या फिर एक भविष्यवाणी के तौर पर अपने लोगों को इस जमाने के बारे में, यीशु मसीह के दोबारा आगमन के बारे में इस विषय में समझाते हुए किया हुआ एक प्रवचन है. ആ പ്രവചന ഭാഗത്തു നിന്നാണ് നമ്മള് ഈ ലൂക്കോസ് 21:34 മുതൽ വായിക്കുവാനിടയായത്. और वो प्रवचन है जो हमने यहाँ पर पढ़ा लूका के सुसमाचार 21वें अध्याय के 34वें आयत से. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിന് മുമ്പ് ഈ ഭൂമിയിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് കർത്താവ് അവിടെ പറയുകയാണ്. हमारे के इस संसार में दोबारा आगमन होने के पहले या पृथ्वी पर क्या कुछ घटनाएं घटेंगी उस संभावना के बारे में यहाँ पर लिखा है. ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങിന് വേണ്ടി കാത്തിരിക്കുന്ന നമ്മളുടെ ആ ബിരുദ നാം പ്രതീക്ഷിച്ചിരിക്കുന്ന ആ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ കൈവിട്ടു പോകാതിരിക്കുവാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. हम जिस यीशु मसीह के वापस लौट आने की बाढ़ जो होते हैं ऐसे विश्वासी लोगों के लिए उनकी आशा को ना खोने के लिए या उनकी दौड़ को फिर वैसे ही यत्न से दौड़ने के लिए और पूरा करने के लिए ताकि हम भटक न जाए, वहां पर हमें क्या करना चाहिए उस विषय में यहाँ पर परामर्श किया है. ഓർക്കുക,
നമ്മുടെ വിളി ഉന്നതമായ ഒരു വിളിയാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. हमें कभी भूलना नहीं, हमारा जो बुलावट है वो सर्वोत्तम बुलावट है, सर्वोच्च बुलावट। ആ വിളി തെരഞ്ഞെടുപ്പ് നമ്മൾ മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ ഉറപ്പാക്കി എടുക്കുന്ന കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കും. उस बुलावट को और उस चुनाव को हमें हमारे जीवन में इसको पुख्ता करना है, इसको अच्छे से समझ लेना। അതിനോട് ബന്ധപ്പെട്ട് നമ്മൾ പ്രാർത്ഥനയിൽ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ വായിച്ചു കേൾക്കുവാനായത്. और इसी से संबंधित प्रार्थना में हमको कैसे होना है, उस विषय को हमने यहाँ पर इस अनुच्छेद में पढ़ा। ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ദൈവം ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് വലിയ വിപത്തുകളായിരിക്കും. तो परमेश्वर जैसे इच्छा करता है वैसे अगर हम लोग बातों को न समझकर हम लोग अगर प्रार्थना करते हैं तो हमारे जीवन में बहुत बड़ी संकट आ सकता है। ഇതിനെക്കുറിച്ച് വളരെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും നമ്മളുടെ പരിമിതമായ സമയത്തിനകത്ത് ഏറ്റവും അത്യാവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം ഒരു പഠന രീതിയിൽ സ്പർശിച്ചു പോകാനാണ് ഈ രാത്രി മുതൽ ഞാൻ ആഗ്രഹിക്കുന്നത്. इसके बारे में बहुत कुछ कहना है, लेकिन क्योंकि सब कुछ कह नहीं सकता, एक पढ़ाई के रीति में जो सबसे महत्वपूर्ण अहम बात है उन बातों को छूकर निकलना चाहूंगा। കർത്താവദാസൻ എന്നോട് പറഞ്ഞിരിക്കുന്ന സമയത്തിനകത്ത് ഇന്ന് രാത്രി പരമാവധി നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് ധ്യാനിക്കുവാനിടയായി തീരട്ടെ. प्रभु के समय की अनुमति दी है, उस समय के भीतर जितना प्रभु हो सके उतना मैं इसमें से खत्म करना चाहूंगा। ഈ കർത്താവിന്റെ മടങ്ങി വരവിന്റെ രണ്ട് ഭാഗമുണ്ടെന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. हमारे परमेश्वर की आगमन को लेकर दो भाग है, ये हम जानते हैं। അതിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് തനിക്കായി കാത്തു നിൽക്കുന്ന തന്റെ വിശുദ്ധന്മാരായിരിക്കുന്ന തന്റെ മണവാട്ടി സഭയെ ലോകത്തു നിന്ന് മാറ്റുക എന്നുള്ളതാണ്. ആ മാറ്റുന്നതിന് വേണ്ടി കടന്നു വരുന്ന കർത്താവിന്റെ വരവ്. पहला भाग जो है अपने पवित्र लोग जो उसकी बाढ़ जो होते हैं, उसका दुल्हन जो कलीसिया है, उस कलीसिया को इस संसार से ले जाने की पहला भाग। അതിനെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ രഹസ്യ വരവെന്ന് അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ പറയാറുണ്ട്. और उसके बारे में यीशु मसीह का रहस्य आगमन ऐसा भी कहा जाता है। ആ കർത്താവിന്റെ രഹസ്യ വരവിന് ശേഷം പിന്നീട് മുഴുവൻ ലോകത്തിലെയും ആളുകൾ കാണത്തക്കവണ്ണം കർത്താവ് പരസ്യമായി വരുന്ന അതാണ് അടുത്ത ഭാഗം എന്ന് പറയുന്നത്. और इस रहस्य आगमन के बाद दूसरा जो आगमन है, इस संसार के तमाम लोगों के सामने या सार्वजनिक तौर पर सब लोगों को पता चले, ऐसा एक आगमन, वो होगा दूसरा आगमन। രഹസ്യമായി തന്റെ സഭയെടുക്കുവാൻ കടന്നു വരുന്ന വരവാകട്ടെ പരസ്യമായിട്ടുള്ള വരവാകട്ടെ ഇതിനോട് സമീപിക്കുമ്പോൾ ലോകത്തിൽ വിവിധ സംഭവങ്ങൾ നടക്കുവാൻ തുടങ്ങും. അത് അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തുന്ന ഒരു നിമിഷമുണ്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. अभी रहस्य में परमेश्वर का आगमन हो या फिर सार्वजनिक तौर पर प्रभु का आगमन हो, दोनों ही क्षणों में हम जानते हैं कि वो परमेश्वर का जो आगमन के पहले ये संसार में बहुत से चिन्ह चमत्कार और घटनाएं घटेगी और वो उसकी चरम अवस्था में होगा। ഏത് സമയത്താണ് കർത്താവ് തന്റെ സഭയെ ഭൂമിയിൽ നിന്ന് മാറ്റുന്നെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. कौन सी समय में परमेश्वर अपनी कलीसिया को संसार से अलग करेगा, इसका एक सही वक्त तो कोई बता नहीं सकता। കർത്താവിന്റെ സഭ ഏത് സമയവും ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാം, ആ ഒരു തലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ये परमेश्वर की कलीसिया किसी भी समय अब संसार से उठा लिया जा सकता है, ऐसी एक समय में हम है। ഇതിനെക്കുറിച്ചുള്ള കാലക്കണക്കുകളും അതിനോട് ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളും ഒക്കെ പറയാനായിട്ടുണ്ട്. എന്നാൽ ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അത്യാവശ്യം ചില കാര്യങ്ങൾ ഓർമ്മിക്കാൻ വീണ്ടും ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു. इसके बारे में जो स्थितियां है, आंकड़े है, विश्लेषण है, ऐसे बहुत से बातों को कहने के लिए है, लेकिन इस समय में उसमें प्रवेश नहीं करना चाहता। എന്തായാലും അതിനോട് അടുക്കുന്ന സമയം, കർത്താവിന്റെ വരവിനോട് നമ്മൾ അടുക്കുന്ന സമയം എന്ന് പറയുന്നത് വളരെ വളരെ പ്രതികൂലങ്ങൾ കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. लेकिन परमेश्वर का आगमन का जो समय होगा, जब उसका निकट हम आएंगे, बहुत ही प्रतिकूल और बहुत ही संकट का परिस्थिति होगा। ആരും തെറ്റിദ്ധരിക്കേണ്ട, ഇപ്പോൾ നമ്മൾ ഈ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൊറോണ വൈറസ് പോലുള്ള കാര്യങ്ങള് ആണ് എന്ന് ചിന്തിക്കരുത്. कोई ये नहीं सोचना या किसी गलतफहमी में नहीं रहना कि वो जो संकट या वो परिस्थिति होगा अभी जो हम सामना कर रहे हैं, अनुभव कर रहे हैं, कोरोना वायरस के जैसा, महामारी के जैसा नहीं होगा। അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം മുതൽ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. अगर इसके बारे में ज्यादा समझना है तो प्रकाशित वाक्य 5वें अध्याय से हमको पढ़ना है। വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗം മുതൽ ഏതാണ്ട് 6-ാം അധ്യായത്തിന്റെ ഒരു 12-ാം വാക്യം വരെയുള്ള ഭാഗങ്ങൾ
വായിക്കുമ്പോൾ അവിടെ ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്ന പല സംഭവങ്ങളെ കുറിച്ച് അവിടെ പറയുന്നു. प्रकाशित वाक्य 5वां अध्याय के आरंभ से लेके प्रकाशित वाक्य 6ठा अध्याय का लगभग 12वें आयत तक हम इस संसार में प्रभु के आगमन से संबंधित जो कुछ घटनाएं घटने वाली है इस चीज को हम पढ़ सकते हैं. അതിനുശേഷം 6-ാം അധ്യായത്തിന്റെ 12 മുതൽ പിന്നീട് വായിക്കുന്ന വേദഭാഗങ്ങളിൽ കർത്താവിന്റെ സഭ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ നടക്കുന്ന അതിനേക്കാട്ടി ശക്തമായ പ്രതിസന്ധികളെ കുറിച്ച് പറയുന്നു. और उसके बाद अगर हम देखें प्रकाशित वाक्य 6 का 12 के बाद जो भी वचन लिखा है प्रभु की कलीसिया इस संसार से उठा लिए जाने के बाद जो बहुत ही संकट भरा एक समय मुश्किलात का समय होगा उस बारे में लिखा गया है. ആ ഭയങ്കരമായ സമയത്തിന് മുമ്പുള്ള കാലഘട്ടത്തിലും പ്രതിസന്ധികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അതിന്റെ പരമകാഷ്ഠയിൽ എത്തുന്നത് സഭ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടതിന് ശേഷമായിരിക്കും. तो उसके पहले भी संसार में बहुत से संकट और बहुत सी तकलीफ और ऐसा उपद्रव होगा, लेकिन कलीसिया उठा लीजिए जाने के बाद उसके उपरांत जो है ये समस्या उसके चरम पर पहुंचेगा. നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കും മത്തായി സുവിശേഷത്തിലും മറ്റും കർത്താവായ യേശുക്രിസ്തുവിന്റെ മുന്നോടിയായി കടന്നു വന്ന സ്നാപയോഹന്നാൻ താന് കർത്താവിന് വേണ്ടി വഴി ഒരുക്കാനായിട്ട് കടന്നു വന്ന് തന്റെ ശുശ്രൂഷയിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞ ചില സംഗതികളുണ്ട്. मत्ती के सुसमाचार में हम देखते हैं यीशु मसीह के संसार में जन्म लेने के पहला यूहन्ना बपतिस्मा जो है वो मसीह के लिए जो मार्ग बनाने के लिए आया था, यीशु मसीह के आगमन के पहले कुछ बातों को बताता है. അവിടെ പറഞ്ഞൊരു കാര്യമാണ്, വീശുമുറം അവന്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കും എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. और वहां पे एक ऐसा भाग लिखा है कि वो हवा के जैसे चलाने वाला वो उसके हाथ में है और वैसा वो सब कुछ शुद्ध करेगा. അവൻ കളത്തെ മുഴുവൻ വെടിപ്പാക്കിയതിനു ശേഷം നല്ല മണികളെ അറയിലേക്ക് കൊണ്ടുപോവുകയും മങ്ക് എന്ന് പറയുന്ന നല്ല മണികളല്ലാത്തതിനെ തീയിൽ ഇട്ട് കളയുകയും ചെയ്യുമെന്ന് അവിടെ പറയുന്നു. तो वहां पे वो ये लिखा है कि वो सारी बातों को धान्यों को वो ऐसा वो साफ करेगा तो गेहूं ठीक हो जाएगा और बाकी जो उसका भूसा बचता है उस भूसे को आग में डाला जाएगा. ഇതിൽ ബന്ധപ്പെട്ട ഒരു സംഭവമായിട്ട് നമുക്ക് അതിനെ ഇന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. परमेश्वर के कलीसिया के संबंधित वो विषय है, ऐसा हम समझ सकते हैं. ദൈവത്തിന്റെ വചനപ്രകാരം യഥാർത്ഥമായി തന്റെ മണവാട്ടി സഭയുടെ അംഗങ്ങളായി തീരാൻ ഉള്ളവർക്കുള്ള യോഗ്യത ഉള്ളവരെ ആ വലിയ വീശുമുറത്തിന്റെ പ്രവൃത്തിയിലൂടെ ദൈവം തരം തിരിച്ചെടുക്കുന്ന ഒരു സന്ദർഭമാണ്. तो वो एक ऐसा परिस्थिति है जहां पर परमेश्वर अपने जो सूप है उससे जो प्रभु की कलीसिया में से जो सही धान्य है और जो भूसा है उसको अलग करने की जो प्रक्रिया के बारे में है. നമുക്കറിയാം ഇപ്പോൾ തന്നെ ദൈവസഭയുടെ ഒരു ഭാഗം പർദീസയിലും ഒരു ഭാഗം ഇപ്പോൾ ഭൂമിയിലും നിലകൊള്ളുകയാണ്. हम जानते हैं कलीसिया का एक भाग जो है वो परदीसा में है और दूसरा भाग जो है वो इस संसार में है. എന്നാൽ ഈ ഇതുവരെയായിട്ട് മരണം വഴിയായി രക്തസാക്ഷി മരണങ്ങൾ ഉൾപ്പെടെ മരണം വഴിയായി ലോകത്ത് നിന്ന് പർദീസയിലേക്ക് പോയ തന്റെ വിശുദ്ധന്മാരെ കുറിച്ച് പറയുമ്പോൾ അവരെല്ലാവരും വളരെ പ്രതികൂലങ്ങൾ കൂടെയും കഷ്ടങ്ങളിലൂടെയും അവര് വിശുദ്ധന്മാരെന്ന് തെളിയിച്ച് ഭൂമിയിൽ നിന്ന് പോയതായിട്ട് അവരുടെ ചരിത്രം പുസ്തകത്തിൽ തന്നെ നമുക്ക് പഠിക്കാൻ കഴിയുന്നു. लेकिन अभी तक आप देख सकते हैं जो मसीह में मर चुके हैं या शहादत पा चुके हैं या परमेश्वर के लिए जिसने भी जान दिया है उनके बारे में इतिहास में ये लिखा है कि अपने जीवन में विश्वासियों की तरह से जीकर वो यहाँ से उस दुनिया से हट चुके हैं और परदीसा में है. കർത്താവിന്റെ ശിഷ്യന്മാരെ കുറിച്ച് തന്നെ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോഴും ചരിത്രത്തിൽ നിന്ന് പഠിക്കുമ്പോഴും തന്റെ ശിഷ്യനായിരുന്ന യോഹന്നാൻ ഒഴികെയുള്ള ബാക്കി മിക്കവാറും എല്ലാവരും തന്നെ രക്തസാക്ഷി മരണം വരിച്ചാണ് ഇവിടുന്ന് പോയതെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. और आदिकाल के इतिहास को जब हम पढ़े तो हम ये समझ पाते हैं यीशु मसीह के जितने भी चेले थे उसमें से यूहन्ना का छोड़कर सब लोग जो है अपनी जीवन की आहुति दी थी इस समाचार के लिए. പൗലോസിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വളരെ കഷ്ടതയിലൂടെ കടന്നുപോയ ഒരു അനുഭവമായിട്ട് നമുക്ക് അതിനെ കാണാൻ കഴിയും. पौलुस के जीवन को भी हम अगर सीख ले तो हम देख पाएंगे बहुत ही कष्ट के द्वारा गुजरा हुआ एक व्यक्तित्व. ഒരു സമയത്ത് താൻ പ്രതികൂലത്തിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയതിനു ശേഷം ശിഷ്യന്മാരുടെ അടുക്കൽ കടന്നു വന്ന് താൻ അവരുടെ ഹൃദയങ്ങളെ ഇങ്ങനെ ഉറപ്പിച്ചെന്ന് വായിക്കുന്നു, ഇങ്ങനെ അനേക കഷ്ടങ്ങളിലൂടെ നമ്മൾ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. एक समय में एक मर्तबा ऐसा आया, ऐसी कई तमाम कष्टों को उठाने के बाद चेलों के पास आकर पौलुस कहता है ऐसे अनेक कष्टों के द्वारा हमें स्वर्ग राज्य में प्रवेश करना है. കാര്യങ്ങളിലൂടെ നമുക്ക് ഓർക്കാം. परमेश्वर की बातों को हम देखेंगे. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ
लूका का सुसमाचार 14वां आयत को जब हम पढ़ते हैं, ഏറിയ പുരുഷാരം കർത്താവിനെ അനുഗമിക്കുന്നത് കണ്ടപ്പോൾ കർത്താവ് തിരിഞ്ഞു നിന്ന് അവരോട് ഇങ്ങനെ പറഞ്ഞതായിട്ട് കാണുന്നു. जब बहुत सी बड़ा भीड़ यीशु मसीह के पीछे हो गया था, तब वहां पर हम देखते हैं यीशु मसीह ने भीड़ से ऐसा कहा, ആമേൻ. ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ अगर कोई मेरे पीछे आने का इच्छा करे, തന്നെ തിരിച്ച് ആമേൻ തന്റെ ക്രൂശ് എടുത്ത് എന്നെ പിൻപറ്റാത്ത ഒരു വ്യക്തിക്ക് എന്റെ ശിഷ്യനാകുവാൻ കഴിയത്തില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. अपने आप को त्यज कर कर अपना क्रूस उठाकर जब तक मेरे पीछे नहीं आता वो पीछे नहीं हो सकता, ऐसा मसीह ने कहा। വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കുന്ന ഏതൊരു ദൈവവൈതലിനും പ്രതികൂലങ്ങളുടെ 3 അനുഭവങ്ങൾ ദൈവം വെച്ചിട്ടുണ്ട്. विश्वास योग्यता से, ईमानदारी से प्रभु के पीछे होने वाले किसी भी व्यक्ति के लिए कष्ट का एक 3 पड़ाव परमेश्वर ने रखा है। ഒന്ന് വിശ്വാസത്തിന്റെ പരിശോധന, एक विश्वास का जांच, 2 ആമേൻ നമ്മൾ കൊള്ളാവുന്നവരെന്ന് നമ്മളെ തെളിയിച്ചെടുക്കുവാൻ അതെ നമ്മളെ കുറിച്ച് അപവാദം പറയുന്ന ശത്രുവിന്റെ മുമ്പാകെ പരീക്ഷകനെ അനുവദിക്കുന്ന പരീക്ഷകൾ. दूसरा, हम लोग अच्छे हैं या नहीं, हमारे ऊपर दोष लगाने वाले शैतान के सामने इसको साबित करने के लिए जो हमारी परखे जाना है। യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നു. നമുക്ക് ഏവർക്കും അറിയാവുന്ന വേദഭാഗങ്ങളാണ്. याकूब के पत्र में उसके पहले आयत में उसको समझाया लिखा गया है, हम ये जानते हैं। പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, परीक्षा जो सहता है वो धन्य है। അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞു വന്നതിന് ശേഷം എല്ലാവരും പ്രാപിക്കുന്ന കിരീടം അതെ പ്രാപിക്കാൻ ഇടയാകുന്നു എന്ന് വായിക്കുന്നു. क्योंकि वह खरा निकलकर जीवन का वह मुकुट पाएगा जो प्रतिज्ञा प्रभु ने उसको दिया है, ऐसा हम पढ़ते हैं। അപ്പൊ 2 കാര്യം നമ്മൾ കണ്ടു. ഒന്ന് ആമേൻ നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന, 2 നമ്മളെ പരീക്ഷകനെ അനുവദിച്ചുകൊണ്ട് നമ്മളെ കുറിച്ച് അപവാദം പറയുന്ന പിശാചിന് മുമ്പാകെ നമ്മൾ ദൈവമക്കളെന്ന് തെളിയിക്കുവാൻ വേണ്ടി പരീക്ഷകനെ അനുവദിക്കുന്ന പരീക്ഷയുടെ അനുഭവങ്ങൾ. तो 2 बातों को हमने देखा, एक हमारी आत्मिक परीक्षा जो है या उसके परखे जाने को जांचने वाला बात, और दूसरा जो है हमारे दोषी लगाने वाले उस शैतान के सामने हमको साबित करने के लिए, हमें खरा साबित करने के लिए जो परीक्षा हमारे जीवन में होता है वो। മൂന്നാമത്തേതാണ് ക്രൂശിന്റെ അനുഭവം. और तीसरा जो है क्रूस का अनुभव। നമ്മുടെ പഴയ മനുഷ്യനെ അതിന്റെ രാഗമോഹങ്ങളോട് ക്രൂശിച്ചതിന് ശേഷം ക്രിസ്തുവിൽ പുതുമനുഷ്യനായി നമ്മൾ ദൈവാത്മാവിൽ അത് വെളിപ്പെട്ട് വരുന്ന അനുഭവം. हमारे पुराने मनुष्यत्व को उसके सारे लालसाओं के साथ क्रूस पर चढ़ाने का एक अनुभव। ആമേൻ. ഇത് 3 കൂടെ ചേർത്ത് പറയട്ടെ. പരീക്ഷ, പരിശോധന, ക്രൂശ്, ഈ 3 അനുഭവങ്ങളിലൂടെ എല്ലാ ദൈവമക്കളും കടന്നുപോയേ മതിയാകൂ. तो ये तीनों पड़ाव जो है, यानी हमारे जांचे जाना, हमारे परखे जाना और सलीब का जो अनुभव है, इन तीनों के द्वारा तमाम मसीह लोगों को गुजरना। ഈ 3 അനുഭവങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മൾ എങ്ങനെ കാര്യങ്ങളോട് പ്രതികരിക്കണമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. और ये 3 बातों जब हमारे सामने होता है या इसका सामना जब करना पड़ता है, तो कैसे इसका सामना किया जाए, ये पवित्र वचन हमें सिखाता है। അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ഈ 3 അനുഭവങ്ങൾ കൂടിയും കടന്നു പോകുന്ന സന്ദർഭങ്ങളിൽ അതിനോട് പ്രതികരിക്കുന്ന ഒരു ദൈവത്തിനെ ക്രൂശിനെ ജയിക്കുവാനും ആ ക്രൂശിലൂടെ ദൈവം ഉദ്ദേശിക്കുന്ന ആ ഫലത്തിലേക്ക് നമുക്ക് വരുവാനും പരിശോധനയെ ജയിക്കുവാനും പരീക്ഷയെ ജയിക്കുവാനും നമുക്ക് കഴിയുന്നു. तो ये तीनों जब घटनाओं का सामना हम करेंगे, या तीनों जो है, एक हमारे परखे जाना, जांचे जाना, दूसरा शैतान के सामने खरा ठहराया जाना और सलीब का जो अनुभव है, ये तीनों जब आता है तो उसमें कैसी हमारी प्रतिक्रिया होता है, उसके अनुसार हमारा फल या हमारा जो प्रभु हमसे अपेक्षा करता है उसका परिणाम बाहर आता है। ആമേൻ. ദൈവം പറയുന്നത് പോലെ കാര്യങ്ങൾ പ്രതികരിക്കുന്ന തന്റെ കുഞ്ഞുങ്ങൾക്ക് ഇത് 3-നെയും ഭയപ്പെടേണ്ട കാര്യമില്ല. और परमेश्वर ने जैसा कहा है, बिल्कुल वैसे जो प्रतिकरण करता है और वैसे अपने जीवन में बहाली लाता है, उसे इन तीनों चीज से डरने की कोई बात नहीं। നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്ന് നമ്മൾ കാണുന്ന ആത്മീയ ലോകത്ത് ഈ ക്രൂശിന്റെ അനുഭവങ്ങളെ കുറിച്ചോ വിശ്വാസത്തിന്റെ പരിശോധനയെ അതിജീവിക്കുന്നതിനെ കുറിച്ചോ പരീക്ഷയിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ ദുഷ്ടനിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് കർത്താവ് പറഞ്ഞ പ്രാർത്ഥന പ്രാർത്ഥിച്ച് പരീക്ഷകനെ ജയിക്കുന്നതിനെ കുറിച്ചോ ഇന്ന് അധികം ദൈവജനത്തെ പഠിപ്പിക്കുന്നില്ലെന്നുള്ളതാണ് ഒരു ദുഃഖകരമായ കാര്യം. लेकिन दुख की बात या दुर्भाग्य की बात यह है, आजकल कलीसियाओं में या आज की समाज में ये जांच के बारे में, परखे जाने के बारे में, या कैसे इन परीक्षाओं के ऊपर जय पाना है, प्रार्थना करके कैसे उसके ऊपर विजय हासिल किया जा सकता है, इन विषयों के बारे में कलीसियाओं में प्रचार नहीं होता, सिखाया नहीं जाता।
ഷാർജയിലെ നമ്മുടെ കൂട്ടായ്മയ്ക്ക് ഇതൊരു പുതിയ കാര്യമായിരിക്കില്ല. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ കൂട്ടായ്മ ഈ വിഷയത്തെ കുറിച്ചൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. എന്നാൽ നമ്മൾ ഈ വിഷയം പഠിക്കുമ്പോൾ എനിക്ക് ഈ ഭാഗം കൂടെ സ്പർശിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഭാഗം സംസാരിക്കുകയാണ്. शारजा की कलीसिया में मैं जानता हूँ आप लोग इससे अनजान नहीं है और इन बातों को वहाँ सिखाया जाता है, लेकिन क्योंकि इस विषय से मैं सिखा रहा हूँ, इससे बिना छुए मैं निकल नहीं सकता, इसीलिए इन बातों को कह रहा हूँ. ഈ അനുഭവങ്ങളിലൂടെ എല്ലാ തലമുറകളെയും വിശ്വാസികളെ ദൈവം വീശാൻ അനുവദിച്ചിരിക്കുകയാണ്. और इन तीनों अनुभवों के द्वारा हर पीढ़ी के लोगों को, मसीह लोगों को इसको इस सूपे से उसको किया जाता है. അങ്ങനെയുള്ള ഈ വീശിനകത്തൂടെ ദൃഢമായ നല്ല മണികളെന്ന് തെളിഞ്ഞവരാണ് പർദീസയുടെ അനുഭവത്തിലേക്ക് ഇപ്പോൾ കടന്നുപോയിരിക്കുന്ന കർത്താവിന്റെ വിശുദ്ധ സഭയുടെ ഭാഗം. और उसे जिसका सफाई किया जाता है, तब जो अच्छा दाना अलग किया जाता है, वो है जो एक भाग की कलीसिया जो अब स्वर्गलोक में या परदीसा में है. ദൈവവചന പ്രകാരം തങ്ങൾ ദൈവമക്കളെന്ന് തെളിയിച്ചവരെ അനുഭവങ്ങളിലൂടെ തെളിയിച്ചവരെ മാത്രമാണ് തന്റെ മണവാട്ടി സഭയ്ക്ക് വിശ്രമിക്കുവാനുള്ളതായ പർദീസയിലേക്ക് ദൈവം സ്വീകരണം നൽകുന്നത്. परमेश्वर के वचन के द्वारा जांचे जाने पर जो खरे उतरे हैं केवल वही लोग हैं जो स्वर्ग लोक में अपने उस मेमने की उस वो आमंत्रण के साथ, वो निमंत्रण के साथ जो वहां पर पहुंचते हैं. എന്നാൽ ഇനിയും ഇപ്പോൾ ഭൂമി ജീവനോടിരിക്കുന്ന നമ്മൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ലോകത്തിലെ ദൈവമക്കൾക്ക് ഈ ഭാവിപരമായി പറയുന്ന ഈ യോഹന്നാൻ പറഞ്ഞ വീശ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. लेकिन अब जो हम शेष है, जो अभी इस संसार में है, वो अभी तक इस सूपे की सफाई में आए नहीं है. ആ കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് ഏതെല്ലാം നിലയിൽ പോകുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. अब ये कैसा आगे जाएगा ये हम नहीं जानते. എന്നാൽ ഏത് അനുഭവങ്ങൾ കൂടെ കടന്നു പോയാലും നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒരു ക്ഷീണം വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. लेकिन किसी भी परिस्थिति में क्यों ना हो, लेकिन हमारी आत्मिक जीवन को सुरक्षित रखना ये परमेश्वर हमारे से इच्छा करता है. നമ്മുടെ ആത്മീയ ജീവിതം പരാജയപ്പെടാതെ സൂക്ഷിക്കുന്നുവെങ്കിൽ ഇനിയുമുള്ള കാലത്തിനിടയിൽ നാം മരണം വഴിയായി മാറ്റപ്പെട്ടാലോ കർത്താവ് ഇതിനിടയിൽ കടന്നു വന്നാലോ പ്രാഗൽഭ്യത്തോടെ നമുക്ക് ദൈവസ്ഥയിലേക്ക് ചേർക്കപ്പെടാനൊക്കെ ഒന്നും കഴിയും. तो इस रीति से अगर हमारी आत्मिक जीवन को हम सुरक्षित रखते हैं, तो अगर हम मर जाए या फिर उसके बीच में प्रभु का आगमन हो, दोनों ही स्थिति में हमें घबराने की कोई बात नहीं है. ആ നിലയിൽ കർത്താവിന്റെ അടുക്കലേക്ക് തന്റെ സഭ മൊത്തത്തിൽ ഇവിടുന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ വളരെ ശക്തമായ പ്രതിസന്ധികൾ ലോകത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. और ऐसा एक बार कलीसिया इस संसार से जब अलग हो जाए तो इस पृथ्वी पर उससे भी अधिक और बहुत ही श्रम का जो है संकट संसार पर आएगा. അതിന് സമയമുള്ളപ്പോൾ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കണം. और उसके बारे में जब आप लोग को समय मिले तो प्रकाशित वाक्य 6 का 12 से लेके आगे की आयतों को पढ़ लेना. അതെല്ലാം തന്റെ സഭ ഇവിടുന്ന് മാറ്റപ്പെട്ടതിന് ശേഷം ഭൂമി നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. और वो वहां पे लिखी हुई तमाम बातें जो है परमेश्वर की कलीसिया संसार से उठा लिए जाने के उपरांत जो भी घटना घटने वाली है उस बारे में वहां पर परामर्श किया है. നമ്മൾ ഉദ്ദേശ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം എത്ര ഗൗരവമുള്ളതാണെന്ന് മനസ്സിലാക്കാൻ ഇത്രയും കാര്യം പറഞ്ഞതേ ഉള്ളൂ. और हम जिस भाग को पढ़े हैं उस परिच्छेद को जब पढ़ेंगे तो कितना अहम है, कितना अनिवार्य है, इस बात को समझने के लिए इतना बात को मैंने कहा. അപ്പോൾ കർത്താവ് പറയുകയാണ് ഈ കർത്താവിന്റെ സഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് ഇനി പല കാര്യങ്ങളും ഇവിടെ സംഭവിക്കാൻ പോവുകയാണ്. तो परमेश्वर कहता है कि उसकी कलीसिया ये संसार से उठा लिए जाने के पहले और भी बहुत से घटनाएं यहाँ पर होगा. നോക്കിക്കേ, ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിക്കുന്നു. ആ അനുഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഇടയ്ക്ക് പറയാം, അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ഈ പ്രതികൂലം സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. जो हमने पहले वचन पढ़ा था उसमें ये लिखा है उसका 35वां आयत, क्योंकि वह सारी पृथ्वी के सब रहने वालों पर इसी प्रकार आ पड़ेगा. ഞാന് ഒരു കാര്യം പറയുമ്പോൾ ചിരിക്കരുത്. ഇവിടെ നമ്മൾ ഈ കൊറോണ വൈറസിന്റെ ഒരു വലിയ ബുദ്ധിമുട്ട് നമ്മുടെ ലോകവ്യാപകമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. मैं एक बात कहता हूँ, आप लोग हंसना नहीं. अभी इस समय में हम लोग जो है कोरोना महामारी को लेकर संसार भर में तमाम लोग जो है बहुत ही तकलीफ में है. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം ഏതെങ്കിലും ഒരു പ്രദേശത്തെ ആളുകളെ മാത്രമല്ല ബാധിക്കുന്നത്, ഏത് കാര്യമാണെങ്കിലും മുഴുവൻ ലോകത്തെയുമാണ് ബാധിക്കുന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്.
इसका मतलब हम लोग को ये भूलना नहीं है, परमेश्वर का वचन जो है केवल किसी गुट के लोगों को या किसी खास प्रदेश को नहीं, पूरे संसार भर में प्रभावित है। ആരെങ്കിലും അത് അങ്ങനെ വിശ്വസിക്കുന്നില്ലെന്ന് വരികിൽ അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു ടെസ്റ്റ് ഡോസ് പോലെ നമ്മൾ ഇന്നത്തെ ഈ അനുഭവങ്ങളെ കാണും. और अगर कोई ये विश्वास नहीं करता तो उनको समझने के लिए एक टेस्ट डोज के जैसा हमारी आज के अनुभव को हम बता सकते हैं. ആമേൻ. ഈ ചില മരുന്നുകൾ ശരീരത്തിൽ കുത്തിവെക്കുന്നതിന് മുമ്പ് ആ മരുന്നിനോട് ആ ശരീരം ഏത് നിലയിൽ പ്രതികരിക്കുന്നു എന്നറിയാനായിട്ട് ആമേൻ ടെസ്റ്റ് ഡോസുകൾ കുത്തിവെക്കുന്ന അനുഭവങ്ങളെ കുറിച്ച് നമുക്കറിയാവുന്നതാണ്. कुछ दवाइयों की टीका लगाने से पहले वो दवाई अगर बहुत ही ज्यादा प्रभावशाली हो तो उसके साथ हमारा शरीर कैसे प्रतिक्रिया करेगी, इसको जांचने के लिए कभी कभी थोड़ा टेस्ट डोज थोड़ी मात्रा में हमको दिया जाता है. ആമേൻ. ആ ടെസ്റ്റ് ഡോസിന്റെ ആക്ഷനോ റിയാക്ഷനോ മുഖാന്തരമാണ് കാര്യങ്ങൾ അത് വേണ്ടപ്പെട്ടവർ ഗ്രഹിക്കുന്നത്. और उस टेस्ट डोज के साथ कैसा हमारा शरीर प्रतिक्रिया करता है उसके आधार पर आगे का इलाज तय होता है. നോക്കിക്കേ, ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ കാര്യം ഒരിടത്തല്ല, മുഴു ലോകത്തിലും ഏത് സമൂഹത്തിലെ ഏത് താഴേക്കിടയിലുള്ളവരെയും അത് ഏറ്റവും ഉന്നത തലത്തിലുള്ളവരെയും മധ്യ ഇടത്തരം ആൾക്കാരെ എല്ലാം ഒരുപോലെ, എല്ലാ വൻകിട രാജ്യങ്ങളെയും ചെറുകിട രാജ്യങ്ങളെയും എല്ലാവരെയും ഒരുപോലെ ബാധിച്ചിരിക്കുകയാണ്. तो आज की इस महामारी को हम लोग देखें तो ये संसार भर में फैला हुआ है, निचले टप्पे के लोग से लेके मध्य वर्ग के लोग लेके ऊंचे टप्पे के लोग तक, या फिर छोटे राष्ट्र से लेके बड़ा राष्ट्र तक तमाम लोग जो है इससे प्रभावित हो चुके हैं. അധികാരത്തിന്റെ ഉന്നത ശ്രേണിയിലിരിക്കുന്നവർ ഇതിന്റെ അനുഭവങ്ങൾ കൂടെ കടന്നു പോകുന്നു. ഭൂമിയിൽ ആരുമല്ലെന്ന് പലർക്കും തോന്നുന്ന സാധുക്കളും ഇതിനകത്തൂടെ കടന്നു പോകുന്നു. अधिकार के ऊंच टॉप पर उस ओहदे पर बैठे हुए, ऊंच कोटि चर्म पर बैठे हुए लोग और निचले टप्पे के लोग दोनों ही एक साथ प्रभावित है. വെളിപ്പാട് ദിവസത്തിലെ ഒരു വാക്യം ഞാനൊന്ന് വായിപ്പിച്ചോട്ടെ. ആമേൻ. വെളിപ്പാട് ദിവസത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ഒന്നുകൂടെ ഒന്ന് കൊണ്ടുവരാം. ഞാൻ എന്നിട്ട് വേഗം അടുത്ത ഒരു ഭാഗം കൂടെ പറഞ്ഞ് എന്റെ വാക്കുകൾ ഇന്ന് ചുരുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം അതിന്റെ മുമ്പേ പറഞ്ഞ 6-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, प्रकाशित वाक्य 6वां अध्याय उसका 15वां आयत जब हम पढ़ते हैं, ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസന്മാരും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ, സിംഹാസനത്തിരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണം കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പീൻ, അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. प्रकाशित वाक्य 6:15 से लेके 17, और पृथ्वी के राजा और प्रधान और सरदार और धनवान और सामर्थी लोग और हरेक दास और हरेक स्वतंत्र पहाड़ों की कोहों में और चट्टानों में जा छिपे और पहाड़ों और चट्टानों से कहने लगे कि हम पर गिर पड़ो और हमें उसके मुंह से जो सिंहासन पर बैठा है और मेमने के प्रकोप से छिपा लो, क्योंकि उनके प्रकोप का भयानक दिन हाँ पहुंचा है, अब कौन ठहर सकता है. ഈ പറയുന്ന കാര്യങ്ങൾ തന്റെ സഭ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടതിന് ശേഷം ഭൂമി നടക്കാൻ പോവുകയാണ്. और ये जो हमने यहाँ पर पढ़ा, ये अनुच्छेद में जो लिखा है वो कलीसिया के उठा लिए जाने के बाद इस पृथ्वी पर होने वाली संभावना है. ആമേൻ. ഈ കാര്യങ്ങൾ അതിനുശേഷം ഭൂമിയിൽ പാർക്കുന്ന ഇവിടെ ഏതെല്ലാം വ്യക്തികളെ പരാമർശിച്ചു, ഏതെങ്കിലും വ്യക്തികളെ പരാമർശിക്കാതെ പോയോ എന്ന് നോക്കിക്കേ, എല്ലാ വ്യക്തികളെയും ഒരുപോലെ ബാധിക്കത്തക്കവണ്ണം വലിയ വിപത്തുകൾ വരാൻ പോകും. तो यहाँ पर जैसे हमने पढ़ा कलीसिया के उठा लिए जाने के बाद ऐसी एक बहुत बड़ी संकट यहाँ पर होने वाला है. और यहाँ पर देख लो, वो सूची में कोई भी छूट गया है क्या? कोई भी नहीं छूटा है. संसार के तमाम लोग जो है उस संकट से पीड़ित होंगे. ആമേൻ. ഇന്ന് നമ്മൾ കാണുന്ന ഈ കാര്യങ്ങൾ നോക്കിക്കേ, ഏതെങ്കിലും രാജ്യങ്ങളെയോ ഏതെങ്കിലും സമൂഹത്തെയോ സ്പർശിക്കാതിരിക്കുന്നുണ്ടോ? आज जो हमने देखा, हम देखते हैं ये महामारी क्या किसी भी राष्ट्र को छोड़ा है या किसी समुदाय को या किसी भी समाज को इससे अलग है? कोई भी नहीं. ഓർക്കണം, ഈ മഹാമാരിയെ കുറിച്ചല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. ആമേൻ. ഇത് ഞാൻ പറയുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, ഇത് എല്ലാവരെയും ബാധിക്കുന്നു എങ്കിൽ തന്റെ സഭ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞ് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പിന്നീട് ശേഷിക്കുന്നവരുടെ മേലെല്ലാം ബാധിക്കാൻ പോവുകയാണ്.
मेरा कहने का तात्पर्य भूलना नहीं कि ये जो है वो घटना नहीं है, लेकिन परमेश्वर अपने कलीसिया को उठा लिए जाने के बाद जो घटना घटने वाली है उससे कोई भी बच नहीं सकता। यहाँ पर जो भी शेष रहेगा वो तमाम लोग उससे प्रभावित होंगे। അതുകൊണ്ടാണ് പറഞ്ഞത് നാളെ നടക്കാൻ പോകുന്നത് നമുക്ക് ബോധ്യപ്പെടുത്തി തരാനുള്ള ഒരു ടെസ്റ്റ് ഡോസ് പോലെ ഇതിനെ നമ്മൾ കാണണം. और इसीलिए मैंने प्रारंभ में कहा कल जो यहाँ घटने वाला है उसके बारे में एक छोटी सी टेस्ट डोज है आज जो हम देखते हैं. ആകയാൽ നമ്മൾ കർത്താവ് പറഞ്ഞ വാക്യങ്ങളിലേക്ക് ഇനി മടങ്ങി വരാം. परमेश्वर ने जो कहा उस वचन की ओर हम लौट आएंगे. കർത്താവ് അന്ത്യകാല സംഭവങ്ങളെ കുറിച്ച് പ്രവചനാത്മാവിൽ ഒരു മലയിൽ ഇരുന്ന് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. परमेश्वर ने अंत्यकाल की घटनाओं के बारे में भविष्यवाणी के जैसा अपने चेलों को उस जैतून के पहाड़ पर इन बातों को कहा. എന്നിട്ട് ഈ കാര്യങ്ങളെ ദൈവമക്കളായ നാം ഒഴിഞ്ഞു പോകുവാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് കർത്താവിന്റെ നിർദ്ദേശം തരും. और यहाँ पर यीशु मसीह ने आज्ञा दिया है हम मसीह लोग इसमें से बच जाने के लिए हमें क्या करना है. ആ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. और वो भाग को हमें सीखना है. അല്ലാതെ കൊണ്ട് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്നല്ലോ എന്നോർത്ത് നമ്മള് മനസ്സ് ഭാരപ്പെടണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നു, ഭയപ്പെടണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നു. और परमेश्वर ये नहीं चाहता कि ऐसे घटनाएं घटने वाली है इस बारे में चिंता करके हम लोग बोझ से और निराश में भर रहे, ये प्रभु इच्छा नहीं करता. അപ്പൊ നമുക്ക് അതിലേക്ക് പ്രവേശിക്കുന്ന മുമ്പ് ഇങ്ങനെ പറഞ്ഞു ചുരുക്കാം. उसमें प्रवेश करने के पहले ऐसा संक्षेप में कह सकते हैं കർത്താവിന്റെ സഭ പൂർണ്ണമായിട്ടും ഈ ഭൂമിയിൽ നിന്ന് തന്റെ രഹസ്യ വരവിങ്കൽ മാറ്റപ്പെടുന്നതിന് മുമ്പ് തന്നെ പ്രതിസന്ധികൾ ഇവിടെ ആരംഭിക്കും. परमेश्वर की कलीसिया पूर्ण रूप से ये संसार से उठा लिए जाने के पहले ये संकट और ये जो उपद्रव है वो यहाँ पर शुरू होगा. അവ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുമ്പേ വായിച്ചതുപോലുള്ള സംഭവങ്ങൾ തുടങ്ങി 18-ാം അധ്യായം വരെ പറയുന്ന കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ്. और कलीसिया उठा लिए जाने के बाद जैसे हमने पहले पढ़ा प्रकाशित वाक्य में वो 18 अध्याय तक जो लिखा है वो सारे घटनाएं यहाँ पर होगा. അപ്പോൾ തലമുറയിൽ സംഭവിക്കുന്നതിനെ അതിജീവിക്കുവാനും വരാൻ പോകുന്ന മഹാക്രോധത്തിൽ നിന്ന് വിടുവിക്കപ്പെടാനും നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ലൂക്കോസ് 21:34 മുതൽ 36 വരെ കർത്താവ് പറഞ്ഞത്. तो हमारे वर्तमान समय की जो संकट है उसमें कैसा बचना है और उस आने वाले महाक्रोध या प्रकोप से कैसा बचा जा सकता है वो यहाँ पर लूका रचित सुसमाचार 21वें अध्याय के 34 से लेकर 36 तक हमने पढ़ा. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് അതൊന്ന് ചിന്തിക്കാം. इन बातों को मन में रखकर आगे हम इस वाक्य पर ध्यान करेंगे. കർത്താവ് പറയുകയാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുന്നു. ഒന്നാമത് ഇവിടെ പറയുന്നു നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. सबसे प्रथम यीशु मसीह ने क्या कहा 34वां आयत इसलिए सावधान रहो ऐसा ना हो कि तुम्हारा मन कुम्हार और मतवालेपन और इस जीवन की चिंताओं से सुस्त हो जाए और वह दिन तुम पर फांते की नाए अचानक आ पड़े. പിന്നീട് കാര്യം 36-ാം വാക്യത്തിൽ പറയുന്നു ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. 36वें आयत में फिर हम ऐसा पढ़ते हैं इसीलिए जागते रहो और हर समय प्रार्थना करते रहो कि तुम इन सब आने वाली घटनाओं से बचने और मनुष्य के पुत्र के सामने खड़े होने के योग्य बनो. ദൈവമക്കളെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുന്നത് കൊണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു ഈ വചനഭാഗങ്ങൾ പ്രാരംഭത്തിൽ ദൈവമക്കളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് എന്റെ ഹൃദയത്തിൽ ഒരു പ്രേരണ ഉണ്ടായത്. प्रिय लोगों में विश्वास करता हूँ क्योंकि हम लोग उपवास और प्रार्थना में है इसलिए आरंभ में ही इन वचनों को पवित्र आत्मा ने आप लोगों के साथ बांटने के लिए मुझे दिया. ദാസൻ പറഞ്ഞ സമയം മുതൽ എനിക്ക് ലഭിക്കുന്ന സമയങ്ങളൊക്കെയും ഈ മീറ്റിങ്ങിനെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ദൈവം ഇടയാക്കിക്കൊണ്ടിരുന്നു. प्रभु के दास ने जब से इस मीटिंग के बारे में मुझे इतला किया उस समय से लेके इस मीटिंग के लिए प्रार्थना करने के लिए प्रभु ने सहायता किया. ആ സമയത്ത് പ്രാരംഭത്തിൽ ദൈവാത്മാവ് എന്റെ ഹൃദയത്തിൽ ഇടപെട്ടത് ഈ വേദഭാഗം ദൈവമക്കളുമായിട്ട് പങ്കുവെക്കണമെന്നാണ്. और उस समय में प्रारंभ में परमेश्वर की आत्मा ने मुझे अगुवाई दिया कि इस अनुच्छेद को अपने लोगों के साथ बांटने के लिए. എനിക്ക് പറഞ്ഞാൽ ഈ 6 ദിവസത്തെ മീറ്റിങ്ങിന് കർത്താവ് സഹായിക്കുകയാണെന്ന് വരികിൽ ഈ 6 ദിവസത്തെ നമ്മുടെ മീറ്റിംഗ്
അതിന്റെ നിലയിൽ കർത്താവിന്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ച നിലയിൽ നടക്കുകയാണെങ്കിൽ ആ കർത്താവിന്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കുവാനുള്ളതായ ഒരു ക്വാളിറ്റിയിൽ ദൈവം നമ്മളെ കൊണ്ട് എത്തിക്കേണ്ട കാര്യങ്ങൾ കർത്താവ് നമുക്ക് നൽകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. परमेश्वर की दया से अगर जैसा इच्छा करते हैं ये 6 दिन अगर पूर्णता मुझे मिल जाता है तो प्रभु की अनुमति हो तो परमेश्वर के उस राज्य में बहुतायत का प्रवेश कैसा पाया जाए उस गुणवत्ता के और प्रभु हमें अगुवाई करेगा, ऐसा मैं पूरा विश्वास करता हूँ. ഇന്ന് ഞാൻ കാര്യങ്ങളൊന്ന് തുടങ്ങി വെക്കുകയാണ്. നാളെ മുതൽ നമുക്ക് കൂടുതൽ വിശദീകരിച്ച് പഠിക്കാം. ദൈവത്തിന് സ്തോത്രം. आज मैं केवल इन चीजों का शुरुआत कर रहा हूँ, कल इसका विश्लेषण कर विस्तार से पढ़ेंगे. ഇങ്ങനൊരു ദൂതാണോ നിങ്ങൾ പ്രതീക്ഷിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. मैंने आप लोग ऐसा एक प्रचार अपेक्षा किया या नहीं? ഈ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. और जो कुछ भी मैं कह रहा हूँ आप लोग इसको समझ रहे हैं, ऐसा मैं विश्वास करता हूँ. കേൾക്കുന്ന വിഷയത്തെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെന്ന് വരികിൽ പ്രിയ ജെയിംസ് ബ്രദറിന്റെ കയ്യിൽ എന്റെ ഫോൺ നമ്പർ ഉണ്ട്. ഏത് സമയത്ത് ഞാൻ ഇവിടെ കർത്താവ് സഹായിക്കുന്നിടത്തോളം അവൈലബിൾ ആണ്. ഏത് രാത്രിയോ പകലോ നിങ്ങളുടെ സൗകര്യം പോലെ വിളിക്കാം. നമുക്ക് എനിക്കറിയാവുന്നതുപോലെ ഈ വിഷയത്തെ കുറിച്ച് സംശയ നിവാരണം വരുത്താം. और ये विषय जो हम प्रचार कर रहे हैं इसके बारे में किसी को भी कोई संदेह या कोई सवाल है तो जेम्स भाई के पास मेरा नंबर है. आप लोग मेरा नंबर लेकर किसी भी वक्त, दिन हो रात हो, प्रभु जैसा अनुमति करे वैसे आप लोग का संदेह को निकाला जाएगा या उसका स्पष्टीकरण दिया जाएगा. അടുത്ത മീറ്റിംഗ് മുതൽ ദൈവം അനുവദിക്കുകയാണെങ്കിൽ നമ്മൾ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഒരു പഠന രീതിയിൽ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. और अगले जो हमारी संगति होगा उस संगति से लेकर जैसा मैंने प्रारंभ में याद दिलाया था, जैसा एक अध्ययन किया जाता है, पढ़ाई किया जाता है, उस रीति से उस संगति को चलाना चाहेंगे. എല്ലാ വാക്യങ്ങളും നമ്മുടെ പറയുന്നത് വിവരിച്ച് വായിച്ച് കേൾപ്പിക്കാൻ നമ്മുടെ സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ ഓൺലൈനിലൂടെയുള്ള മീറ്റിംഗ് ആണെന്ന് മനസ്സിലാക്കുന്നു. നിശ്ചിത സമയം എന്റെ മനസ്സിലുണ്ട്. അങ്ങനെ ഒരു മീറ്റിംഗ് ആയതുകൊണ്ട് നിങ്ങൾ റെഫറൻസ് മനസ്സിനകത്ത് നിൽക്കുന്നില്ലെങ്കിൽ നോട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യത്തോടെ കടന്നു വരികയാണെങ്കിൽ കുറെ കൂടി നന്നായിരിക്കും. क्योंकि ये ऑनलाइन मीटिंग है, समय की सीमा है और बहुत कुछ हमको ध्यान देना है. जब वचन कहा जाएगा हो सकता है हर एक वचन लेकर पढ़ने की समय ना मिले, तो जब भी रेफरेंस कहा जाएगा आप लोग मन में याद करें. अगर याद नहीं कर सकते तो एक नोट में आप लिख ले और इस तैयारी के साथ आप अगर आए तो बेहतर होगा. ഞാൻ മുന്നോട്ട് വരട്ടെ. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. अगले भाग की ओर हम प्रवेश करेंगे. അപ്പോൾ കർത്താവിന്റെ സഭ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വലിയ ദുരന്തങ്ങൾ ഈ ഭൂമിയിൽ നടക്കാൻ പോകുന്നു. അതിനകത്ത് തന്റെ ജനം പെട്ടുപോകാതിരിക്കുവാൻ തന്റെ സഭയെ ഭൂമിയിൽ നിന്ന് മാറ്റുമ്പോൾ തന്റെ രഹസ്യ വരവിങ്കിൽ നാം എവിടെയായിരുന്നാലും കർത്താവിലേക്ക് ചേർക്കപ്പെടാനിടയാകണം. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കുക. ആ ഒരുക്കത്തോടുള്ള ബന്ധത്തിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള വിഷയമാണ് നമ്മൾ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് ഇവിടെ പഠിക്കുന്നത്. तो परमेश्वर की कलीसिया का उठा लिए जाने के बाद जैसे हमने देखा संक्षेप में, ये संसार में बहुत से विपत्ति और उसके चरम पर बहुत से बातों को होगा और ऐसे समय में हम में से कोई भी इसमें फंस न जाए और या फिर कलीसिया जब उठा लिया जाएगा या मसीह का जो रहस्य आगमन होगा उसमें हम छूट न जाए. इसलिए जो विषयों को एक मसीह को करना है, जो गुणवत्ता हमारा होना है, जो मापदंड है, उस प्रार्थना का विषय को लेकर इस अनुच्छेद से हम उस विषयों को पढ़ने की कोशिश करेंगे. ഇവിടെ ആരംഭത്തിൽ കർത്താവ് പറയുന്ന 3 കാര്യങ്ങൾ നിർബന്ധമായും ദൈവമക്കൾ തന്റെ വരവിനെ കാത്തിരിക്കുന്ന ദൈവമക്കൾ ആമേൻ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറയുന്നു. यहाँ पे बातों को यीशु मसीह कहता है कि उसकी आगमन की बाढ़ जो होने वाले या आशा रखने वाले लोगों को 3 बातें अपने जीवन से निकाल देना है, तज करना है. ഒന്ന് അതിഭക്ഷണം, एक है कुम्हारपन या ज्यादा खाना. 2 മദ്യപാനം, दूसरा है मतवालापन या शराब पीना. 3 ഉപജീവന ചിന്ത. और तीसरा है जीविका का चिंता है. എന്താണ് അതിഭക്ഷണം എന്ന് പറയുന്നതിലൂടെ ദൈവം ഉദ്ദേശിക്കുന്നത്? ആമേൻ. ये कुम्हार होना या ज्यादा खाना, इससे परमेश्वर क्या मतलब रखता है? മദ്യപാനം കൊണ്ട് ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്, ഉപജീവന ചിന്ത കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒന്ന് തൊട്ട് പഠിച്ചു പോകാൻ കഴിയണം. मतवाले बारे में मसीह क्या बताना चाहता है और जीविका की चिंता का मतलब प्रभु क्या कहना चाहता है, इसको हम लोग थोड़ा छू कर सीख लेंगे. അതിഭക്ഷണത്തെ കുറിച്ച് നമുക്ക് ആദ്യം പഠിക്കാം. सबसे पहले कुमार के बारे में पढ़ेंगे. അതിഭക്ഷണത്തെ കുറിച്ച് നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ ഈ എന്താണ് പറയുന്നത്, ഈ ഭക്ഷണപ്രിയം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മളിൽ പലർക്കും കാണത്തില്ലെങ്കിലും പുസ്തകത്തിൽ ഇത് പറയുന്നത് കൊണ്ട് ഇത് നമുക്ക് പഠിച്ചേ മതിയാകത്തുള്ളൂ.
खाने के लिए जो प्रीति है इस बारे में हो सकता है हम में से किसी को नहीं है, लेकिन क्योंकि वचन में इसके बारे में लिखा है हमें ये सीखना ही है। ഈ ഭക്ഷണപ്രിയം അനേകരുടെ ആത്മീയ ജീവിതത്തെ തകർത്തിട്ടുണ്ട്. ये खाने की जो लालसा है ये बहुत लोगों की आत्मिक जीवन को ठोकर मारा है। ആത്മീയ അർത്ഥമുണ്ട്, എന്നാൽ ആക്ഷരിക അർത്ഥത്തിലൂടെയും കൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഈ ഭൂമിയുടെ താളം തന്നെ തെറ്റിയത്, ഇവൻ നമ്മുടെ കർത്താവായ യേശുപ്പച്ചൻ ക്രൂശിൽ മരിക്കേണ്ടി വന്നത് പോലും ഒരു ഭക്ഷണത്തിന്റെ വിഷയത്തിൽ ആമേൻ ആ തലമുറയിലെ ആദും ഹവ്വയും വിശ്വസ്തരാകാതിരുന്നത് കൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. आत्मिक सोच के साथ भी उससे बहुत सी आत्मिक बातें भी जुड़ा है। इसके अलावा प्रायोगिक रीति से अगर हम देखा जाए तो इस वजह से आत्मिक हमारा जो है विफलताएं होती है। इतना ही नहीं, हमारे प्रिय यीशु मसीह को सलीब पर इसलिए चढ़ना पड़ा क्योंकि उस जमाने में आदम और हव्वा जो है खाने के विषय में लेकर एक पाप किया था। തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷഫലം തിന്നതിന്റെ ഫലമായിട്ട് ആമേൻ ആ വിപത്തിൽ നിന്ന് തന്റെ ജനത്തെ ഉദ്ധരിച്ചെടുക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കേണ്ടതായി വരെ വന്നു. इस फल को खाने से मना किया था, उस फल को खाने के वजह से और उसके परिणाम जो पाप संसार में आया, उस पाप से मनुष्य वर्ग को, सारी मानव जाति का उद्धार करने के लिए यीशु मसीह को सलीब पर चढ़ना पड़ा। ഈ പഴം ഭക്ഷിക്കുന്നതിന് മുമ്പ് ഈ ലോകം എത്ര അനുഗ്രഹിക്കപ്പെട്ട നിലയിലായിരുന്നു എന്ന് നമുക്ക് അറിയാവുന്നതാണ്. ആ ഭക്ഷണത്തോടുകൂടി ലോകത്തിന്റെ തന്നെ താളം തെറ്റി എന്നുള്ളത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ये फल खाने के पहले पृथ्वी कितना मनोहर था, मनभावना था, हम जानते हैं, लेकिन उस फल खाने के उपरांत पूरी संसार का संतुलन बिगड़ गया। ഇതിന്റെ വളരെ ആഴത്തിൽ പഠിക്കേണ്ടതാണ്. ഈ സന്ദർഭം അതിന് പറ്റാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. इसका आत्मिक मतलब बहुत ही गहरा है, लेकिन ये समय वो सीखने का नहीं है, इसलिए मैं उसको और प्रवेश नहीं करता। രണ്ടാമത്തെ ഒരു ഭക്ഷണത്തിൽ വരുത്തിയ വിപത്താണ് ഏശാവിന്റെ ജീവിതത്തിലെ അനുഭവം. और दूसरा खाने के वजह से जो पाप आया वो हम देखते हैं एसाव के जीवन में। അതെ, താൻ വേട്ട കഴിഞ്ഞ് കടന്നു വരുമ്പോൾ വളരെ വിശന്ന് ക്ഷീണിച്ച് കടന്നു വന്നു. തന്റെ സഹോദരനോട് അല്പം പായസം താൻ ചോദിക്കുന്നു. അപ്പോൾ തന്ത്രശാലിയായ യാക്കോബ് അവിടെ നമുക്ക് ഏവരും അറിയാവുന്നതുപോലെ നിന്റെ ജ്യേഷ്ഠാവകാശം തരാമെങ്കിൽ ഈ പായസം തരാമെന്ന് പറയുന്നു. ആമീൻ. ആ ജ്യേഷ്ഠാവകാശം കൊടുത്തിട്ട് ആമീൻ പായസം വാങ്ങി അദ്ദേഹം കഴിക്കുന്നു. वहां पर हम देखते हैं एसाव शिकार करके थक कर आता है, जब आता है तो बहुत भूखा होता है। वो अपने भाई याकूब से कहता है कि उसको थोड़ा खीर खिला दे, और हम जानते हैं याकूब जो था बहुत चतुर था। वो कहता है कि अगर मैं तुम्हें खीर दूं तो तुम्हारा जेठ होने का अधिकार तुम्हें मुझे देना होगा। और वहां पर हम देखते हैं एक बार की खाने के लिए एसाव जो है अपना जेठ होने का अधिकार को बेच देता है। എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാ പുതിയ നിയമസഭയോട് പറയുന്നു, ഒരു ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ ദൈവജനമാകരുത് എന്ന് പറയുന്നു. इब्रानी की पत्री में जब आते हैं हम देखते हैं परमेश्वर कलीसिया से कहता है कि एक मर्तबा की खाने के लिए जैसे एसाव ने अपनी जेठ होने का अधिकार को बेच दिया, वैसे कलीसिया के लोग ना बने। അതിന്റെ ആത്മീയാർത്ഥം വേറെ ഉണ്ട്, ഞാൻ അവിടേക്ക് കടക്കുന്നില്ല. അക്ഷരാർത്ഥത്തിൽ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം വളരെ വിപത്ത് വരുത്തി എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. इसका आत्मिक मतलब बहुत गहराई का है, उसके और मैं प्रवेश नहीं करता, लेकिन कहने का तात्पर्य अगर इसको प्रायोगिक रीति से भी हम सोच ले तो खाना वो चीज है जो बहुत से विपत्ति और पाप को संसार में लाया है। ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ दूसरा इस्राएल के लोगों के इतिहास को जब हम पढ़े, അവര് ചെങ്കടൽ കടന്ന് മരുഭൂമിയിൽ പ്രവേശിച്ച സമയം മുതൽ കനാനിൽ എത്തിച്ചേരുന്നത് വരെ അവരുടെ ശരീരത്തിന് ആവശ്യമുള്ള പോഷക ഗുണങ്ങൾ അടങ്ങിയ മന്നായും പിളർക്കപ്പെട്ട പാറയിലെ വെള്ളവും ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയിരുന്നു. इस्राएल के लोगों के बारे में हम जानते हैं, मिस्र से निकलकर लाल समुंदर पार करके जंगल से यात्रा करते हुए उस कनान में पहुंचने तक उनको जो भी खाने का जरूरत था, जो पोषण चाहिए था, वो स्वर्ग से मन्ना उतार कर दिया, चट्टान से पानी दिया, ऐसे प्रभु ने उनको चलाया। ഒരിക്കൽ ഞാൻ ഷാർജയിൽ വന്നപ്പോൾ പറഞ്ഞൊന്നും എനിക്ക് ഓർമ്മയില്ല, ഒരു മനുഷ്യന് പേരിടാൻ പോലും കഴിയാത്ത ശ്രേഷ്ഠമായ ഭോജനമാണ് ദൈവം അവർക്ക് കൊടുത്തത്. और जब एक बार शारजा में आया, मुझे याद है मैं बताया होगा कि जो मनुष्य खाने को नाम नहीं डाल सकता, ऐसा सर्वोच्च एकदम उत्तम खाना उन लोगों को प्रभु ने खिलाया। അവരുടെ ശരീരത്തിന് ആവശ്യമുള്ള മുഴുവൻ പോഷകങ്ങളും സ്വർഗം അതിനകത്ത്
നിക്ഷേപിച്ചിരുന്നു. और उनके शरीर में जो भी पोषक तत्व चाहिए वो तमाम पोषक तत्व उस खाने में मौजूद था। ദൈവജനം ആഴത്തിൽ പഠിക്കുന്ന ദൈവമക്കളായതുകൊണ്ട് ഞാൻ ഒരു ഭാഗം കൂടെ കയറ്റി പറഞ്ഞോട്ടെ. परमेश्वर का वचन को गहराई से पढ़ने वाले लोग हैं, इसलिए थोड़ा आगे बढ़कर एक बात कहना चाहूंगा। അവ മുഖാന്തരം പിന്നത്തേതിൽ അവർ കനാനിൽ പ്രവേശിച്ച് ആദ്യത്തെ കൃഷി ചെയ്ത് ആ കൃഷിയുടെ ഫലം കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് വരെയും അവർക്ക് മന്നാ ദൈവം കൊടുത്തുകൊണ്ടിരുന്നു. यहोशुआ के नेतृत्व में कनान में प्रवेश करके जब तक किसानों ने उसका उपज, पहली उपज उनको नहीं मिला, वो उपज के समय तक प्रभु उनको मन्ना देता रहा। എന്നാൽ ദൈവം കൊടുത്ത ആ മന്നാ കൊണ്ട് അവർ തൃപ്തിപ്പെടാതെ മിസ്രയീമിലെ ചില ഭക്ഷണങ്ങൾ കൂടി അവർ ആഗ്രഹിക്കുവാനിടയായി തീർന്നു. लेकिन परमेश्वर ने दिया हुआ मन्ना उनको तृप्त नहीं किया और इसलिए मिस्र की खाने का भी उन्होंने लालसा किया। സംഖ്യാപുസ്തകവും പുറപ്പാട് പുസ്തകവും മുതൽ പഠിക്കുമ്പോൾ ആ ചരിത്രം നമ്മൾ കാണുന്നുണ്ട്. गिनती के किताब में और निर्गमन में हम इस बारे में पढ़ते हैं। ആ ദൈവം കൊടുത്തത് കൊണ്ട് തൃപ്തിപ്പെടാതെ അതിലേറെ മറ്റു പലതും ഭക്ഷണപരമായിട്ട് അവർ ആഗ്രഹിച്ചു. അത് നിമിത്തം ഉണ്ടായ പ്രതിസന്ധി അവരിൽ പലർക്കും കനാനിൽ എത്തിച്ചേരാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിക്കുവാനിടയായി തീർന്നു. परमेश्वर ने जो दिया उसमें संतुष्ट ना होते हुए, संतृप्त ना पाते हुए अन्य बातों की लालसा किया और इस कारण हम जानते हैं बहुत से लोग उस मार्ग में वो गिर गए और कनान में प्रवेश नहीं कर पाए। ഒരു കാര്യം ഇടയ്ക്ക് ഞാൻ ഒരു ദൈവമക്കൾക്ക് ഒരു ധൈര്യത്തിന് വേണ്ടി ഓർപ്പിക്കട്ടെ. मसीह लोगों का हिम्मत बढ़ाने के लिए एक बात बताना चाहूंगा। ദൈവം തന്ന പ്രമാണപ്രകാരം വിശ്വസ്തയോടെ നാം ദൈവത്തിൽ ആശ്രയിച്ച് നിലനിന്നാൽ, परमेश्वर हुआ कल्पनाएं आज्ञाओं के अनुसार विश्वास योग्यता से उसका पालन कर कर हम खड़े होते हैं। ദൈവ സന്നിധിയിൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് എത്തുന്നത് വരെയും ഈ ഭൂമിയിൽ പോറ്റാനും പുലർത്താനും ഉള്ളത് ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. हम इस संसार से अलग होने तक जो भी हमारी जरूरत है उसके लिए अनिवार्य है, वो सारा प्रावधान परमेश्वर ने हमारे लिए कर दिया है। ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ കരുതൽ കൊണ്ട് നാം തൃപ്തരാകാതെ നാം അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ജാതികളെ പോലെ ദൈവസന്നിധിയിൽ ജൽപ്പനം ചെയ്ത് പ്രാപിച്ചാൽ പലതും നമുക്ക് പ്രാപിക്കാൻ കഴിയും, പക്ഷേ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞെന്ന് വരത്തില്ല. लेकिन परमेश्वर ने जो दिया उससे असंतुष्ट होकर, अतृप्त होकर, अगर जैसे अन्य जातियां जप करते हैं वैसे जप समान प्रार्थना करके कुछ पाएंगे तो आपको मिलेगा, लेकिन उससे आपके जीवन में वो आशीष और वो धन्यता नहीं होगा। ഇങ്ങനെയുള്ള പലതും പറയാനുണ്ടെങ്കിലും സമയം പോകുന്നതോടെ അടുത്ത ഭാഗത്തേക്ക് വന്നോട്ടെ. ऐसे कई आत्मिक विषयों को कहना है, लेकिन समय आगे निकल रहा है, इसलिए जल्दी से आगे बढ़ना चाहूंगा। ദൈവം അനുവദിച്ചാൽ അടുത്ത മീറ്റിംഗിലൊക്കെ നമുക്കത് കാര്യമായി ചിന്തിക്കാം. परमेश्वर की अनुमति हो तो अगली संगतियों में और विस्तार से इन बातों को सोचेंगे। അടുത്തത് നാലാമത് ഒരു ഭക്ഷണം വരുത്തിയ വിപത്തിനെ കുറിച്ച് കൂടെ ഞാൻ ഓർമ്മിച്ച ആ ഭാഗം വിടട്ടെ. और खाने के बारे में और एक बात कहकर, चौथा एक खाने के बारे में कहकर उसको छोड़ना चाहूंगा। കർത്താവായ യേശുവപ്പച്ചൻ പറഞ്ഞു, തന്റെ മടങ്ങി വരവിന് മുമ്പുള്ള ഈ ലോകം അതെ ലോത്തിന്റെ കാലം പോലെ ആകുമെന്ന് പറയുവാനിടയായി തീർന്നു. यीशु मसीह ने एक जगह पर ऐसा उल्लेख किया, यीशु मसीह का आगमन का जो समय है लूत के जमाने के जैसा होगा। ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം പഠിച്ചാൽ മതി, ആ കാര്യം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. लूक 17 में वो उस बारे में परामर्श किया है, वहां पर पढ़ेंगे तो हम समझ पाएंगे। മനുഷ്യപുത്രന്റെ വരവിനോട് അടുത്ത് നിൽക്കുന്ന തലമുറ നോഹയുടെ കാലത്തെ ജനത്തെ പോലെയും നോഹയുടെ കാലത്തെ ജനത്തെ പോലെയും ലോത്തിന്റെ കാലത്തെ ജനത്തെ പോലെയും ആകുമെന്ന് പറയാനിടയായി. वहां पर यीशु मसीह ने ये कहा है कि जो यीशु मसीह का आगमन का जो समय होगा वहां पे उस जमाने के लोग जो है लूत के जमाने में या नूह के जमाने में वैसे लोग जैसे होंगे। ലോത്ത് പാർത്തത് സോദോമിലാന്ന് നമുക്കറിയാം. लूत जो है वो सोदोम में रहता था, हम जानते हैं। സോദോമിന്റെ പാപം എന്തായിരുന്നു? सोदोम का पाप क्या था? എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ 49 വായിക്കണം. एसेकिएल नबी का किताब उसके 16 अध्याय में ये लिखा गया है। അവിടെ പറയുന്ന ഒരു കാര്യം തീൻ പൊളപ്പം അവിടെ പറയുന്നു. 49 1649 16 का 49 उसमें ये लिखा है कि वहां का अधर्म जो है और उसमें पेट भर के खाता। തീൻ പൊളപ്പം എന്നാണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. मलयालम में जो अधिक खाना के बारे में वैसा लिखा है। फुलनेस ऑफ फूड എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. फुलनेस ऑफ फूड अंग्रेजी में खाने का भरपूरी लिखा है.
നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കലോറിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് തെറ്റായ കാര്യമല്ല. हमारे शरीर को जो पोषण चाहिए उसके हिसाब से खाना गलत नहीं है, എന്നാൽ അമിത ഭക്ഷണം പാപമാണ്. लेकिन अधिक खाना पाप है. സോദോമ്യരുടെ പാപം എന്ന് പറയുന്നത് തീൻ പൊളപ്പ്, നിർഭയ സ്വൈര്യം, അനാഥരെയും വിധവമാരെയും അങ്ങനെയുള്ളവരെയും അവര് വേണ്ടതുപോലെ പരിഗണിച്ചില്ല എന്നുള്ളതാണ്. അതിൽ നമ്മളിവിടെ പഠിക്കുന്നത് തീൻ പൊളപ്പ് എന്ന് പറയുന്ന ഫുൾനെസ് ഓഫ് ഫുഡ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. सोदोम और गोमोरा के लोगों के पाप के बारे में उस 49वें आयत में लिखा है, लेकिन हम जो देख रहे हैं वो है पेट भर भर के खाना या अति खाना, बहुत ज्यादा खाना. കർത്താവ് ഇത് പറയുമ്പോൾ ഈ സംഭവങ്ങളെല്ലാം കർത്താവിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുകയാണ്. परमेश्वर जब ये बात को कहा तो ये तमाम बातें परमेश्वर के मन में था, ऐसा मैं सोचता हूँ. അപ്പോൾ നമ്മൾ 4 പേരുടെ കാര്യം പഠിച്ചു. ആദാം ഹവ്വമാര്, ഏശാവ്, ഇസ്രായേൽ ജനം, സോദോമിലെ ജനം, ഇവരെല്ലാം ഭക്ഷണത്താൽ തകർന്നു പോയ കൂട്ടരാണ്. तो हमने 4 लोगों के बारे में देखा, एसाव के बारे में, आदाम और हव्वा के बारे में, ये सोदोम गोमोरा के बारे में. ये तमाम लोग जो है खाने में पाप किए हुए लोग हैं. ആമേൻ. അപ്പോൾ കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താൽ അത് വലയുവാനിട വരരുത്. परमेश्वर कहता है कि तुम्हारा मन जो है वो बहुत खाने में लोलीन नहीं होना है. ഇനി ഭക്ഷണത്തെ കുറിച്ച് അതിന്റെ പോസിറ്റീവ് സൈഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പുസ്തകത്തിൽ പറയുന്ന നമുക്കൊന്നുകൂടെ നോക്കാം. अब खाने के बारे में सकारात्मक रीति से कहे तो वो भी वचन से हम देखेंगे. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ സഭാപ്രസംഗിയുടെ പുസ്തകം 10:17-18 सभाउपदेश 10:17 और 18. അത് ഒരു ഭാഗം ഇങ്ങനെ പറയുന്നു, മദ്യപാനത്തിനല്ല ബലത്തിനു വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കുന്ന പ്രഭുക്കന്മാരും രാജാവുമുള്ള ദേശമേ നീ ഭാഗ്യമുള്ളത്. देश के पर हाय तेरा राजा लड़का और तेरे हकीम प्रातःकाल भोज करते हैं. 16. ബലത്തിനു വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കുക എന്നാണ്. मतलब जो हमारा बल है केवल उसके लिए खाना खाना. രാവിലെ പോകണം. ഞാൻ ഒരു 4-5 മിനിറ്റ് എടുത്ത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 3-4 मिनट लेके खत्म करना चाहूंगा. രാവിലെ ഓഫീസിൽ പോകണം. सुबह और दफ्तर जाना है. അവിടെ 8 മണിക്കൂർ ജോലി ചെയ്യണം. वहाँ पर 8 घंटे काम करना है. വൈകിട്ട് ഡ്രൈവ് ചെയ്ത് വീട്ടിൽ വരണം. शाम को गाड़ी चलाकर घर पहुंचना है. വീട്ടിൽ വന്നതിന് ശേഷം അത്യാവശ്യം പർച്ചേസിങ്ങിന് പോകണം. घर आने के बाद सामान खरीदी के लिए जाना है. വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. घर की कुछ काम को देखना है. കർത്താവോട് ബന്ധപ്പെട്ട് മീറ്റിങ്ങിന് പോകണം. ഏൽപ്പിച്ച ശുശ്രൂഷകൾ ചെയ്യണം. परमेश्वर की सेवकाई के संबंधित में संगतियों में जाना है. जो सेवा और जिम्मेदारी है उसको निभाना है. ഇടയ്ക്ക് കോട്ടേജ് മീറ്റിങ്ങുകളോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനും ഇതിന്റെ കൂട്ടത്തിൽ പോവുകയും വരികയൊക്കെ ചെയ്യണം. और बीच में घरों की संगति या ऐसी संगतियों से उन संगतियों में भी जाना है. ഇതിനെല്ലാം ശരീരത്തിന് ഒരു ബലം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. और ये तमाम बातें शरीर में बल है तो ही हो सकता है. ആ വേണ്ടി ഭക്ഷണം കഴിക്കും. നമ്മൾ ചെയ്യാനുള്ള പ്രവർത്തികൾക്ക് വേണ്ടിയുള്ള ആ ബലത്തിന് വേണ്ടിയുള്ള ഭക്ഷണം കഴിക്കുന്നവർ മാത്രമായിരിക്കണം നമ്മൾ. उस बल को बढ़ाने के लिए या जो हमारी दिन की चर्याओं को हमके करना है उसे प्राप्त करने के लिए शरीर को जो पोषण चाहिए केवल उसके लिए खाने वाले लोग बनना है. അതിനപ്പുറത്തേക്ക് ഭക്ഷണപ്രിയം കടന്നു പോയാൽ അത് അപകടം ചെയ്യുമെന്ന് യേശു കർത്താവ് പറഞ്ഞെങ്കിൽ നമ്മൾ സമ്മതിച്ചേ മതിയാകത്തുള്ളൂ. और उससे ज्यादा अगर खाने के प्रति हमारी लालसा, लालच या लोलुपता बढ़ जाए तो परमेश्वर का यीशु मसीह ने जैसा कहा तो हमें उसके लिए सावधान रहना है. ഇന്ന് ഒരു രസകരമായ കാര്യം നമ്മുടെ പല സ്ഥലങ്ങളിലും നടക്കുകയാണ്. പിന്നെ UAE-യിലും മറ്റും എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വിശേഷം നമ്മുടെ ഇന്ത്യയിൽ, വിശേഷം കേരളത്തിന്റെ ഒരു നല്ല ഭാഗത്തും പല കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു സംഭവം പറയാം. आज हमारे यहाँ पर जो घटना समाज में घटता है उस बारे में कहना चाहूंगा. मिडिल ईस्ट में, UAE में वगैरह कैसा है मुझे नहीं पता, लेकिन यहाँ पर केरल में कुछ बातों को जब जानकारी हम लेते हैं तो उससे जो जान पड़ता है वो बात आपको बताना चाहूंगा. എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല. എന്നാൽ ഒരു നല്ലൊരു ശതമാനം ആളുകളെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു സത്യമായ കാര്യം പറയാൻ പോവുകയാണ്. सब लोग ऐसा है ऐसा मैं नहीं कहता, लेकिन अधिकतर लोग ऐसा है जिसके बारे में मैंने जो समझा है वो आप लोगों को बताना चाहूंगा. ഇപ്പൊ ഇവിടെ എല്ലാം നല്ല ലോക്ക്ഡൌണിൽ ഇരിക്കുകയാണ് എല്ലാവരും. अब तमाम लोग जो है लॉकडाउन में है. സഹോദരന്മാര് ഒരു പക്ഷേ ലോക്ക്ഡൌണിൽ ജോലിയൊന്നും ചെയ്യാതിരിക്കുന്നെങ്കിൽ നമ്മുടെ സഹോദരിമാർക്ക് ജോലിക്ക് ഒട്ടും കുറവില്ല. हमारे भाई लोग हो सकते हैं काम नहीं है, घर में बैठे काम की कमी है, लेकिन हमारी बहनों के प्रति वो नहीं कह सकते. ഇപ്പോൾ ഓൺലൈൻ സൗകര്യങ്ങള്, യൂട്യൂബ് സൗകര്യങ്ങള്, ഇങ്ങനെയുള്ളതായ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ നമുക്ക് ധാരാളമാണല്ലോ. अभी तो ऑनलाइन और यूट्यूब वगैरह ऐसे बहुत सी सुविधाएं हमें सामूहिक माध्यम के द्वारा मिलता है.
ഐ മീൻ ഏത് പാചകത്തെ കുറിച്ചുള്ള ഒരു കഴിവ് തെളിയിക്കുന്ന ലിസ്റ്റ് വേണമോ നമുക്ക് എളുപ്പം നമ്മുടെ വീടിനകത്ത് നമുക്ക് അത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. किसी भी पकवान के लिए कोई भी अगर हमें उसका बनाने का उसका रीति या उसका कोई रेसिपी चाहिए तो हमें आराम से मिल सकता है. അങ്ങനെയുള്ള അനേക ഭക്ഷണങ്ങൾ പാചകം ചെയ്യുന്ന രീതികളെ കുറിച്ച് ഇന്ന് ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പുതിയ പുതിയ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി സമയങ്ങൾ നല്ലൊരു ഭാഗമാണ്. ഈവൻ നമ്മുടെ ദൈവമക്കൾ എന്ന് പറയുന്നവർ പോലും നല്ലൊരു ശതമാനവും സമയങ്ങൾ വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. और ऐसे विभिन्न प्रकार के खाने का पदार्थ बनाते हुए या अलग अलग रीति से वो उनका वो जो विनिवेश करते हुए इसमें समय बिताने की हमारे बहुत से आत्मिक घरों में भी ये काम होता है. അമേൻ. ഞാനിങ്ങനെ ലോക്ക്ഡൗൺ നിങ്ങൾക്ക് തരാനായിട്ട് അനുവദിച്ചു. എല്ലാ തിരക്കുകളിൽ നിന്നും നിങ്ങളെ ഒഴിവാക്കി നിങ്ങളെ ഭവനത്തിനകത്ത് ഇരുത്താനായിട്ട് ഞാനൊരു സമയം ഒരു ബ്രാക്കറ്റിൽ നമുക്ക് തന്നു. ഈ ലോക്ക്ഡൗൺ സമയങ്ങൾ നിങ്ങൾ എങ്ങനെ ചെലവഴിച്ചു എന്ന് ദൈവം നമ്മളോട് ചോദിച്ചാൽ ഒരു കറക്റ്റ് ഉത്തരം ഉണ്ടായിരിക്കണം. अगर हम देखा जाए तो परमेश्वर जब कहेगा कि मैंने तुम लोगों को तुम्हारी सारी व्यस्तता से हटाकर एक लॉकडाउन में लाकर इतना अधिक समय तुम्हें दिया और इस समय में तुमने क्या किया, तो उसका हिसाब देने के लिए हमें तैयार रहना है. പകരം കർത്താവേ, ആ സമയത്ത് ഞാൻ അനേക പാചകങ്ങളെ കുറിച്ച് പഠിച്ചു, മറ്റു പല ബിസിനസ് കാര്യങ്ങൾ ഞാൻ വീട്ടിൽ ഇരുന്നുകൊണ്ട് പഠിച്ചു, അങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ദൈവസ്നേഹിയിൽ ദൈവം നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലല്ലോ. उस समय में हम अगर ऐसा कहे कि लॉकडाउन के समय में मुझे बहुत समय मिला, मैंने अलग अलग खानाओं का आविष्कार किया या बहुत से खाना पकवान बनाए और बहुत सी चीजों को मैंने सीखा, परमेश्वर ये सुनना नहीं चाहेगा. ഇനിയും ഈ ലോക്ക്ഡൌൺ കാര്യങ്ങൾ ഒന്നും ഇല്ലെങ്കിലും കർത്താവ് പറയുന്നു, അന്ത്യകാലമാകുമ്പോഴത്തേക്ക് മനുഷ്യൻ പുതിയ പുതിയ ഭക്ഷണ രീതികൾ കണ്ടുപിടിച്ച് ആ നിലയിൽ ഭക്ഷണത്തോട് ബന്ധപ്പെട്ട് അവന്റെ ജീവിതചര്യകളെ മാറ്റുന്ന ഒരു അനുഭവം ഉണ്ടാകും. നിങ്ങൾ അതിനകത്ത് കുടുങ്ങിപ്പോകരുതെന്നാണ് കർത്താവ് പറയുന്നത് നമ്മളോട്. जो भी हो, परमेश्वर यीशु मसीह कहना चाहता है, प्रभु के आगमन के समय में जो समय घटना ये है कि तमाम लोग खाने का आविष्कार करेंगे, विभिन्न पकवान बनाएंगे और उसमें पूरी तरह से फंस जाएंगे. तुम लोग ऐसा नहीं करना. നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുകയും ബാക്കി സമയം പരമാവധി നമ്മുടെ അകത്തെ മനുഷ്യനെ ശക്തീകരിക്കുന്നതിനോട് ബന്ധപ്പെട്ട കാര്യാദികൾ മുഴുകുകയും ചെയ്യണമെന്ന് സ്വർഗ്ഗം ആഗ്രഹിക്കുന്നു. हमारे शरीर को तंदुरुस्त बनाए रखने के लिए, बल पाने के लिए जितना आवश्यक हो उतना खाए और उसके अलावा हमारे भीतर के मनुष्यत्व को सक्षम बनाने में, उसे तंदुरुस्त बनाने में हमारे काम को हमें अपने आप को लगा देना चाहिए. കർത്താവ് പറഞ്ഞൊരു കാര്യം നമുക്ക് ഓർക്കാം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, മനുഷ്യന്റെ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ട് ജീവിക്കുന്നു. यीशु मसीह ने एक बात कहा था, मनुष्य केवल रोटी से नहीं लेकिन परमेश्वर के मुंह से निकलने वाले हर उस वचन से भी जीवित रहता है. യോബ് തന്റെ ജീവിതത്തിൽ പറയുന്ന ഒരു കാര്യം വളരെ ഞെട്ടലുളവാക്കുന്നതാണ്. എന്റെ ജീവിതത്തിൽ യോബിന്റെ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഞാൻ പെട്ടെന്ന് നിർത്തുകയാണ്. അത് ഇംഗ്ലീഷിൽ പഠിക്കുന്നത് കുറെ കൂടെ നല്ലതായിരിക്കും. ജോബ് ചാപ്റ്റർ 23 വേഴ്സ് 12. आयुब 23 उसका 12, वो अंग्रेजी में पढ़े तो अच्छा होगा. അതിന്റെ മലയാളം ഇങ്ങനെയാണ്: ദൈവത്തിന്റെ വചനത്തെ എന്റെ അത്യാവശ്യ ഭക്ഷണത്തെക്കാളും എന്റെ നിക്ഷേപമാക്കിയിരിക്കുന്നു. I have treasured the words of his mouth more than my necessary food. നെസസറി ഫുഡ് ദൈവം അനുവദിച്ചതാണ്. എന്നാൽ അദ്ദേഹം പറയുന്ന ആ നെസസറി ഫുഡിനേക്കാളും ഞാൻ എന്റെ ഹൃദയത്തിൽ ഒരു വലിയ ട്രഷറാക്കി ഒരു നിക്ഷേപമാക്കുന്നത് എന്റെ ദൈവത്തിന്റെ വചനമാണെന്ന് പറയും. मेरा जो जरूरत का खाना है उससे भी बढ़कर परमेश्वर के वचन को मैंने अपने जीवन के अंदर एक निक्षेप के तरह रखा है. ഒരു പുകഴ്ചവാക്ക് ഞാൻ പറയുകയല്ല. ഷാർജയിലെ നമ്മുടെ ദൈവമക്കൾ ഈ സമയത്ത് ഇങ്ങനെ ദീർഘസമയത്തേക്ക് ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയും നിങ്ങൾ സമയം വർദ്ധിച്ചത് ഒരിക്കലും നിങ്ങൾക്ക് ജീവിതത്തിൽ അതൊരു ദോഷമല്ല. मैं आपको अहंकार की बात नहीं कहता, लेकिन इस समय में आप लोगों ने उपवास और प्रार्थना के लिए जो समय निकाला है, ये कभी भी आप लोग के लिए नुकसान नहीं होगा. Praise the Lord. ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ഒരു വലിയ നിക്ഷേപവുമായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാൻ കഴിയണം. Amen. एक 21 दिन की प्रार्थना के बाद, उपवास के बाद एक बहुत बड़े खजाने के साथ आप लोग उठ खड़े होंगे. എങ്കിൽ വരുവാൻ പോകുന്ന വലിയ വിപത്തിന്റെ ദിവസങ്ങളെ വിട്ട് ഒഴിയുവാൻ ദൈവം നമ്മളെ സഹായിച്ചുകൊള്ളും. अगर ऐसा है तो आने वाले उस बड़ी विपत्ति से प्रभु हमें बचाएगा. ദൈവം പറയുന്നതിന് വേണ്ടി നമ്മൾ വിശ്വസ്തയോടെ നിന്നാൽ, ആമേൻ, ദൈവം നമുക്ക് വേണ്ടി അതിനേക്കാൾ അനേക മടങ്ങ് വിശ്വസ്തയോടെ നമുക്ക് വേണ്ടി നിൽക്കുവാനിടയായിത്തീരും. परमेश्वर ने जो कहा है उसके लिए विश्वासी योगी होकर अगर हम खड़े होते हैं
तो उससे कई मर्तबा ज्यादा परमेश्वर हमारे लिए विश्वास योग्य ठहरता है। ആകയാൽ അടുത്ത ഭാഗത്തേക്ക് ഞാൻ പെട്ടെന്ന് പറഞ്ഞ വാക്കുകൾ ചുരുക്കുന്നു, ബാക്കി നമുക്ക് നാളെ പഠിക്കാം. രണ്ടാമത് പറയുന്നത് ഉപജീവന ചിന്ത കഴിഞ്ഞിട്ട് പറയുന്നത് മദ്യപാനത്തെ കുറിച്ച് പറയുന്നു. അത് കഴിഞ്ഞ് സോറി അമിത ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം മദ്യപാനത്തെ കുറിച്ച് പറയുന്നു. മദ്യപാനത്തെ കുറിച്ച് പറഞ്ഞ ശേഷം ഉപജീവന ചിന്തകളെ കുറിച്ച് പറയുന്നു. उसके बाद मतवालापन के बारे में और जीवन की चिंताओं के बारे में कहा है. ആമേൻ. ഈ കാര്യങ്ങളിലൊന്നും നമ്മൾ കുരുങ്ങി പോകാതെ ഇരിക്കണമെന്ന് സ്വർഗ്ഗം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. इनमें से किसी भी बात में हम फंसे नहीं, ऐसा परमेश्वर इच्छा करता है. നാളെ ആ രണ്ട് കാര്യത്തെ കുറിച്ച് ആദ്യത്തെ ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് അതിന്റെ അടുത്ത ഭാഗം ചിന്തിക്കാമെന്ന് കരുതുകയാണ്. कल इन दो बारे में जल्दी से 10 मिनट में कहकर आगे की बात सोचूंगा, ऐसा मैं इच्छा करता हूँ. എന്താണ് മദ്യപാനം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ഉദ്ദേശിച്ചത്? ദൈവമക്കളുടെ മദ്യപാനമില്ലും നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ മദ്യപാനം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന ചില സംഗതികളുണ്ട്. मतवालापन क्या है? मतवालापन यहाँ पर लिखा है, हम जानते हैं मसीह लोगों के बीच में शराबी या मतवाले नहीं है, लेकिन प्रभु ने यहाँ पर यह लिखा है, तो उसका मतलब क्या है उस बारे में बताना चाहूंगा. അടുത്തത് ഉപജീവന ചിന്ത. दूसरा है जीविका का चिंता है. കേഴ്സ് ഓഫ് ദിസ് വേൾഡ് എന്ന് ഇംഗ്ലീഷിൽ വായിക്കുന്നു. ये संसार के बारे में चिंता है, ऐसा अंग्रेजी में पढ़ते हैं. ആമേൻ. അപ്പൊ ഈ മദ്യപാന ഉപജീവന ചിന്തയും കൂടെ ഈ അമിത ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ നമ്മൾ നിർബന്ധമായി ഒഴിവാക്കണമെന്ന് സ്വർഗ്ഗം ആഗ്രഹിക്കുന്നു. तो मतवालापन और जीवन की जो चिंता है, इसको खुमारता या फिर लुचपन के साथ हमको छोड़ देना है, ऐसा परमेश्वर का कलाम हमको कहता है. അതിനുശേഷം പറയുന്നു ആമേ ഈ ആ വിഷയങ്ങൾ നമ്മൾ വിട്ടുമാറുന്നെങ്കിൽ ആ ദിവസം നിങ്ങൾക്ക് കണി പോലെ വരത്തില്ല. और वहां पर लिखा है कि ऐसा अगर हम करते हैं तो वो दिन तुम्हारे ऊपर फंदे की तरह नहीं आएगा. നമുക്കറിയാം പക്ഷിയെ പിടിക്കാനുള്ളതാണ് കണി എന്ന് പറയുന്നത്. हम जानते हैं पक्षी को पकड़ने के लिए हम लोग ये ऐसा फंदा रखते हैं. മറ്റേ മൃഗങ്ങളെയും പിടിക്കാൻ കണികൾ വെക്കും. और अन्य मृग जातियों को पकड़ने के लिए भी ऐसा हम लोग फंदा रखते हैं, फंसाने के लिए. കണിക്കകത്ത് വീണ ആ സംഭവം ആര് തന്നെ ആയിരുന്നാലും അതിന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കും തോറും കണി അവരിൽ ഒന്നുകൂടെ ബന്ധനം മുറുകത്തേ ഉള്ളൂ. और उस एक बार कोई ऐसा एक इस बात में फंस जाए और जितना उससे निकलने की कोशिश करता है उतना उसमें और फंस जाता है. അങ്ങനെ ഒരു കണിയിൽ ദൈവമക്കൾ ചെന്ന് പെടല്ലെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. और ऐसी किसी फंसे में नहीं फंसना, ऐसा परमेश्वर कहता है. ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി ദൈവം പറയുന്ന രീതിയിൽ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ ആ കണി നിങ്ങളെ ഒഴിഞ്ഞു മാറും. സംഭവിക്കാനുള്ള കണിയിൽ നിങ്ങൾ വിട്ടു മാറും. ये 3 बातों को जो यीशु मसीह ने कहा, उससे अगर हम छूट जाते हैं, अगर उसको हमारे जीवन से निकाल देते हैं, तो हम ऐसा नहीं फंसेंगे, ऐसा किसी भी प्रकार के जाल में हम नहीं फंसेंगे, ऐसा परमेश्वर कहता है. പകരം മറ്റൊരു കാര്യം കൂടെ അവിടെ ഓർമ്മിക്കുകയാണ്. और एक बार वहां पर याद दिलाया जाता है. ആമീൻ. ഇത് ഒഴിവാക്കിയതിനു ശേഷം നിങ്ങൾ സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണം. और ये छोड़ने के बाद तुमको क्या करना है? तुम्हें सदैव प्रार्थना करते रहना है, जागरूक रहना है. വാച്ച് ഓൾവേസ് ആൻഡ് പ്രേ എന്നാണ് ഇംഗ്ലീഷിൽ. अंग्रेजी में लिखा है कि सावधान रहो और प्रार्थना करो. നിങ്ങൾ നിരീക്ഷണത്തോടെ എല്ലായ്പ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. तुम लोग इन बातों का निरीक्षण करके प्रार्थना करते रहना है. ആ നിരീക്ഷണത്തോടുകൂടിയ പ്രാർത്ഥന ജീവിതത്തിൽ ഉണ്ടെന്ന് വരികിൽ ആമീൻ ദൈവം പറയുന്നു ഏത് സമയത്തും മരണം സംഭവിക്കട്ടെ, തന്റെ സഭഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് ഇവിടത്തെ നിശ്ചയമായി കർത്താവിലേക്ക് നമ്മൾ ചേർക്കപ്പെടാനിടയായിത്തീരും. ऐसे निरीक्षण के साथ अगर हम प्रार्थना करते हैं या सावधानी से जागरूक होकर अगर हम प्रार्थना करते हैं, तो परमेश्वर कहता है किसी भी समय परमेश्वर का आगमन होने दो या कलीसिया को ले जाने दो, तुम्हें को डरने की कोई बात नहीं है. സഭഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടതിന് ശേഷം ഈ ഭൂമി നടക്കാൻ പോകുന്ന ആ മഹാ ഉപദ്രവത്തെ നമുക്ക് ഓർക്കേണ്ട കാര്യമേ ഇല്ല. और कलीसिया को उठा लिए जाने के बाद यहाँ पर जो महाप्रकोप के वजह से जो उपद्रव होगा, उस बारे में हमें सोचने का भी विषय नहीं है. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആകയാൽ ഈ ദിവസങ്ങളിൽ ആമേൻ അമിത ഭക്ഷണം എത്രമാത്രം നമ്മളെ ബാധിക്കുന്നു. അടുത്ത ഭാഗം നമ്മൾ ചിന്തിച്ചില്ല. മദ്യപാനത്തിൽ ദൈവം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം നമ്മളെ ബാധിക്കുന്നു, ഉപജീവന ചിന്ത അപകടകരമായ രീതിയിൽ നമ്മളെ എത്രത്തോളം ബാധിക്കുന്നു എന്ന് നമ്മളെ തന്നെ ശോധന കഴിച്ചിട്ട് ആമേൻ എവിടെയെങ്കിലും നമുക്കൊരു ക്രമീകരണം ആവശ്യമുണ്ടെങ്കിൽ അതിനായി നമ്മളെ സമർപ്പിച്ചു കൊടുക്കുകയാണ്. इसलिए इन दिनों में अगर लोलुचपन के बारे में या फिर अधिक खाने के बारे में, मतवालेपन के बारे में, जीवन की चिंताओं के बारे में अगर कहीं भी किसी भी प्रकार का हम गिर चुके हैं या उसमें कमी आ गई है,
तो परमेश्वर के सामने इन विषयों के ऊपर हमें मेल मिलाप करना है ताकि अब इस बातों में ना അതിനുശേഷം എപ്പോഴും ഒരു നിരീക്ഷണ പ്രാർത്ഥനയുള്ളവരായിരിക്കണം നമ്മൾ. उसके बाद सदैव निरीक्षण के साथ सावधानी से जागरूक होकर प्रार्थना करना है. ഈ 20 ദിവസം ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞും കർത്താവ് വന്നില്ലെങ്കിൽ പിന്നെയും ഉപവാസം ഇല്ലെങ്കിലും ആ നിരീക്ഷണ പ്രാർത്ഥന നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കണം. इस 21 दिन की उपवास और प्रार्थना के बाद अगर यीशु मसीह तब तक ना आए तो आगे भी इसी प्रकार जागरूक होकर प्रार्थना में जारी रहना है. ആമീൻ. എങ്കിൽ ഈ കണികളെ നമുക്ക് ഭയപ്പെടേണ്ടതായിട്ടില്ല. अगर ऐसा है तो ऐसे जालों से हमें डरने की बात नहीं. പരിശുദ്ധാത്മാവ് അതിനായി നമ്മളെ സഹായിക്കട്ടെ. पवित्र आत्मा उसके लिए हमारी सहायता करे. ഇപ്പോൾ എന്റെ വാക്കുകളുടെ ചുരുക്കുകയാണ്. अभी मेरे वचन को यहाँ पर समाप्त करता हूँ. ആമീൻ. ദൈവം അനുവദിച്ചാൽ അടുത്ത സെക്ഷനിൽ നമുക്ക് ആമീൻ മദ്യപാനം ഉപജീവന ചിന്ത എന്നുള്ളതിനെ കുറിച്ച് വേഗത്തിൽ ചില കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം എന്താണ് നമ്മൾ നിരീക്ഷിച്ച് പ്രാർത്ഥിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് അല്പം ഗൗരവമായി നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. परमेश्वर की अनुमति हो तो अगला भाग में हम लोग मतवालेपन के बारे में, जीवन की चिंताओं के बारे में जल्दी से सोचकर निरीक्षण या जागरूक के साथ प्रार्थना करने के विषय में थोड़ा गहराई से हम पढ़ेंगे. ഒരു വാക്കോട് പറഞ്ഞുകൊണ്ട് ഇത് ഒരു പ്രസംഗത്തിന് വേണ്ടി ഞാൻ ഒരുക്കിയ ഒരു ദൂതല്ല. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്നെ ഉപദേശിക്കുന്ന ഒരു വേദഭാഗമാണ്. एक बात कहना चाहूंगा, ये मैंने प्रचार के लिए तैयार किया हुआ भाग नहीं है, लेकिन इन दिनों में पवित्र आत्मा जो मुझे सिखा रहा है, प्रेरणा दे रहा है, वो भाग है. എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന അനേകർ നമ്മുടെ കൂട്ടായ്മയിലുണ്ട്. കർത്താവ് എന്നോട് ഇടപെട്ട ഈ കാര്യം എന്റെ പ്രിയപ്പെട്ടവർക്കൂടെ പങ്കുവയ്ക്കണം എന്നുള്ള ഒരു വലിയ ആത്മഭാരം ഉള്ളിലുള്ളതുകൊണ്ട് ഈ ദൂത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. मुझसे प्रेम करने वाले, मुझे प्रेम करने वाले तमाम लोग यहाँ पर इस संगति में मौजूद है. इन तमाम लोगों के साथ बांटने की उस बोझ के साथ, इच्छा के साथ आप लोगों के सामने इसका प्रस्ताव रखता हूँ. പ്രാർത്ഥന നമുക്ക് ഓർക്കാം. ദൈവം വെച്ചാൽ നാളെ നമുക്ക് കണ്ടുമുട്ടാം. ക്ഷമയോടെ ഇരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. प्रार्थना में हम याद रखेंगे. प्रभु की अनुमति हो तो कल फिर से मिलेंगे. क्षमा के साथ, धीरज के साथ इतना देर हम लोग को सुना, उसके लिए प्रभु में सभी लोगों को वंदना और धन्यवाद.